ഇപ്പോൾ ലക്ഷ്മി നായർ വാർത്താ സമ്മേളനം നടത്തുകയാണ്. തത്സമയത്തിലേക്ക്. ലോ പഠിക്കണമെങ്കിൽ ഒരു പ്രൈവറ്റ് സ്ഥാപനം ലോ അക്കാഡമി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ കേരളത്തിൽ. അങ്ങനെ അത്രയും തിരക്കുള്ളൊരു സമയത്ത് പോലും, വലിയ ഡിമാൻഡുള്ളൊരു കാലത്ത് പോലും മാനേജ്മെൻറ്റ് സീറ്റിന് വേണ്ടി ഒരു പൈസ പോലും ക്യാപിറ്റേഷൻ ഫീ വാങ്ങിക്കാതെയാണ് ഇവിടെ അഡ്മിഷൻ നടത്തിയിട്ടുള്ളത്. അത്രയും പാരമ്പര്യം ഞങ്ങൾക്ക് അവകാശപ്പെടാനുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം ആരോപണങ്ങളൊക്കെ വരുമ്പോൾ സ്വാഭാവികമായും ഞങ്ങൾക്ക് അതിയായ വേദനയുണ്ട്. ഇത് വ്യക്തി താല്പര്യങ്ങളുള്ള വ്യക്തിഹത്യയുടെ കാര്യമായിട്ട് ഒരു പക്ഷേ പേഴ്സണലായിട്ടുള്ള വൈരാഗ്യങ്ങൾ തീർക്കാനൊക്കെ കുട്ടികളെ ചട്ടുകമാക്കുന്ന ഒരു രീതിയാണ് ഇപ്പോൾ കാണുന്നത്. ഈ സ്വകാര്യ മേഖലയിൽ ഒരു പക്ഷേ ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യമുള്ള, ഇത്രയും രാഷ്ട്രീയ പ്രവർത്തനം നടത്താൻ കംപ്ലീറ്റ് ഫ്രീഡം കൊടുത്തിട്ടുള്ള മറ്റൊരു കോളേജ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. എല്ലാ പാർട്ടിക്കും ഒരു പക്ഷേ 2 മെമ്പേഴ്സാണ് മാത്രമേ ഉള്ളൂ എങ്കിൽ പോലും ആ പാർട്ടിക്ക് പോലും അവിടെ സ്വാതന്ത്ര്യമുണ്ട്. അവർ പറയുന്ന ആരോപണങ്ങളൊക്കെ ഒരുപാട് വിചിത്രമാണ്. ഇൻറ്റേർണൽസിൻ്റെ കാര്യം പറയാനാണെങ്കിൽ അവരുടെ ഒരു ആരോപണം ഇൻറ്റേർണൽസിനെ കുറിച്ചാണ്. ഒരുപാട് ബയസാണ്, സുതാര്യമല്ല എന്നൊക്കെ പറയുന്നുണ്ട്. അതിനെക്കുറിച്ച് ഉത്തരം പറയേണ്ടത് എന്നോടൊപ്പം വന്നിട്ടുള്ള അധ്യാപകരാണ്. കാരണം ഞാനൊരു അപ്പലേറ്റ് അതോറിറ്റി മാത്രമാണ്. ഈ മാർക്ക് ഇടുന്നതെല്ലാം അധ്യാപകരാണ്. ഞാൻ എൻ്റെ ഗുരുതുല്യനായ സാറിൻ്റെ കയ്യിൽ കൊടുക്കുക. കുട്ടികളുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആരോപണമല്ല അവലാതി ഇന്റേണൽ അസസ്മെൻറ്റിൽ പ്രിൻസിപ്പൽ ഇടപെടുന്നു എന്ന് പറയുന്നത്. അങ്ങനത്തെ സംഭവമേ ഇല്ല. ഇതുവരെ ഞങ്ങളെ അധ്യാപകരുടെ ദൃഷ്ടിയിൽ അത് പെട്ടിട്ടുമില്ല. അങ്ങനെ ഒരു കാര്യവുമില്ല. ശരിക്കും പറഞ്ഞാൽ വളരെ ട്രാൻസ്പാരൻ്റാണ്. ഇവിടെ ഇരിക്കുന്ന ഓരോ അധ്യാപകരും അവരവരുടെ പേപ്പറിൽ മാർക്കിട്ട് അത് അങ്ങേയറ്റം കനിവും ദയവും കാണിച്ചാണ് അത് ചെയ്യാറുള്ളത്. ചെയ്ത് എന്നിട്ട് ഏതെങ്കിലും കുട്ടികൾക്ക് അതിൽ പരാതി ഉണ്ടെങ്കിൽ ആ പരാതി പേപ്പറിൽ എഴുതി കൊടുക്കാം. അത് വീണ്ടും എക്സാമിൻ ചെയ്ത് ഒരിക്കലും ഇട്ട മാർക്ക് കുറയ്ക്കില്ല. റിവൈസ് ചെയ്യുമ്പോൾ മിക്കവാറും 99% അവരുടെ ആവലാതി കേട്ടിട്ട് കുട്ടികളുടെ നന്മയാണല്ലോ എന്ന് കരുതി അല്പം മാർക്ക് കൂട്ടിക്കൊടുക്കാറുണ്ട്, കുറയ്ക്കാറേ ഇല്ല. അതിന്മേലൊന്നും അവിടുത്തെ മാനേജ്മെൻറ്റോ പ്രിൻസിപ്പലോ ഇടപെടാറുമില്ല, ഇടപെട്ടിട്ടുമില്ല. അപ്പോൾ അവർക്ക് സംബന്ധിച്ചിടത്തോളം ഇത് സുതാര്യമാക്കണമെന്നാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങൾ പറയാനാണെങ്കിൽ അപ്പോൾ ഇത് സുതാര്യമല്ല എന്ന് പറയാൻ പറ്റില്ല. ഇത് നോട്ടീസ് ബോർഡിൽ പബ്ലിഷ് ചെയ്യുന്ന മാർക്കാണ്. ഫൈനൽ മാർക്ക് വിൽ ബി പബ്ലിഷ് ഇൻ നോട്ടീസ് ബോർഡ്. അത് കഴിഞ്ഞിട്ട് സാറ് പറഞ്ഞതുപോലെ അതാത് ടീച്ചേഴ്സിൻ്റെ അടുത്ത് അവർക്ക് അപ്പീൽ കൊടുക്കാനുള്ളൊരു റൈറ്റ് ഉണ്ട്. അത് കൊടുക്കാറുണ്ട്. അത് കൺസിഡർ ചെയ്തിട്ട് എന്തെങ്കിലും കൂടുതൽ മാർക്ക് കൊടുക്കണമെന്ന് ഓരോരുത്തർക്കും തോന്നിക്കഴിഞ്ഞാൽ, ഓരോ സബ്ജക്റ്റും എടുക്കുന്ന ടീച്ചേഴ്സിൻ്റെ ഡിസ്ക്രിപ്ഷനാണ്. അവർക്കത് ന്യായമാണെന്ന് തോന്നിയാൽ മാർക്ക് കൊടുക്കാറുണ്ട്. അതെല്ലാം കഴിഞ്ഞിട്ട് ഫൈനലായിട്ടുള്ള ലിസ്റ്റാണ് എൻ്റെ ഫ്രണ്ടിൽ വരുന്നത്. അത് ഞങ്ങൾ യൂണിവേഴ്സിറ്റിയിലേക്ക് അയക്കുന്നതിന് മുന്നേ ഉള്ള ലിസ്റ്റ്. അപ്പോൾ ഇറ്റ്സ് ഓൾറെഡി പബ്ലിഷ്ഡ് ലിസ്റ്റ്. അതിൽ ഞാൻ അപ്പലേറ്റ് അതോറിറ്റി എന്നുള്ള നിലയ്ക്ക് എൻ്റെ ഭാഗത്തുനിന്നും എനിക്ക് ഡിസ്ക്രിപ്ഷൻ ഉപയോഗിച്ച് മാർക്ക് കൂട്ടാനുള്ള റൈറ്റ് മാത്രമേ ഉള്ളൂ, കുറയ്ക്കാനുള്ള റൈറ്റ് ഇല്ല. അത് തന്നെ വ്യക്തമാണ്. അപ്പോൾ ആ ഒരു ആരോപണത്തിന് കഴമ്പില്ല. പിന്നെ പറയുകയാണെങ്കിൽ മറ്റു കാര്യങ്ങൾ ഇവരാവശ്യപ്പെടുന്ന, സമരം തുടങ്ങിയതിൻ്റെ ആദ്യത്തെ 2 ദിവസം ആവശ്യപ്പെട്ട കാര്യങ്ങൾ എന്ന് പറഞ്ഞാൽ വളരെ നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്ന ചെറിയ കാര്യങ്ങൾ തന്നെയാണ്. അതൊന്നും വലിയ സംഭവമേ അല്ല. ഒരു പക്ഷേ നേരെ വന്ന് എന്നോട് ചോദിച്ചിരുന്നെങ്കിൽ, എന്നോട് ചർച്ച ചെയ്തിരുന്നെങ്കിൽ, ആവശ്യപ്പെട്ടിരുന്നെങ്കിൽ ഈ ഒരു ബഹളമോ ഒന്നുമില്ലാതെ സാധിക്കാൻ പറ്റുന്ന കാര്യങ്ങൾ തന്നെയായിരുന്നു. പക്ഷേ ഒരു ചർച്ചയ്ക്കോ വന്ന് പറയാനുള്ളൊരു മാന്യതയോ കാണിക്കുക അങ്ങനെ ഒന്നും ചെയ്യാണ്ട് സ്ട്രെയിറ്റ് അവേ അവർ സ്ട്രൈക്കിലേക്ക് പോകുമായിരുന്നു. അതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്കറിയില്ല. ആദ്യം ഈ കോളേജ് അടച്ചത് തന്നെ അനിശ്ചിതകാല സമരത്തിലേക്ക് പഠിപ്പ് മുടക്ക് എന്ന് ആഹ്വാനം ചെയ്തത് ആ വിദ്യാർത്ഥി ഐക്യത്തിൻ്റെ ഭാഗമായിട്ടാണ് അവർ പറഞ്ഞതാണ്. അത് കഴിഞ്ഞിട്ട് ഈ കുട്ടികളെ അപ്പോൾ അവർ തന്നെയാണ് അടച്ചത്. അതുകൊണ്ട് പിന്നീട് അത് അടഞ്ഞു കിടക്കുകയായിരുന്നു ഇത്രയും ദിവസം. കാരണം അവരവിടെ ഇങ്ങനെ ഷെഡെല്ലാം കെട്ടി വലിയ രീതിയിലുള്ള വയലൻസും നിങ്ങളൊരു പക്ഷേ കണ്ടിട്ടുണ്ടാവും എല്ലാവരും തന്നെ. കോളേജിൻ്റെ ക്യാമറ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ, CCTV ക്യാമറ ഉൾപ്പെടെ ഒരുപാട് കാര്യങ്ങൾ അവർ തല്ലി തകർക്കുകയുണ്ടായി. പുറത്തുനിന്നുള്ള ആൾക്കാരെ വരെ കൊണ്ടുവന്നു. അങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടന്നു. അപ്പോൾ അതൊക്കെ അങ്ങനെ വയലൻ്റ് ആയിട്ടുള്ളൊരു രീതിയിൽ ഞങ്ങൾക്ക് കോളേജ് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റില്ലല്ലോ. അതാണ് ഒരു കാര്യം. രണ്ടാമത്തെ കാര്യം പറയുന്നത്, അപ്പോൾ കോളേജ് അടഞ്ഞു കിടക്കുന്ന കോളേജിലേക്ക് പ്രിൻസിപ്പൾ വരുന്നതിൻ്റെ ഔചിത്യം എന്താണെന്ന് എനിക്കറിയില്ല. കോളേജ് അവർ തന്നെയാണ് അടച്ചിട്ടത്. എന്നിട്ട് പ്രിൻസിപ്പളിനെ കാണാനില്ല എന്ന് പറഞ്ഞ് നോട്ടീസ് അടിച്ച് വിതരണം ചെയ്യുകയും സിറ്റിയിലും പല ഭാഗങ്ങളിലും അത് പരസ്യമായിട്ട് പതിക്കുകയൊക്കെ ചെയ്തു. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അവിടെ നടന്നു കഴിഞ്ഞു. അതൊക്കെയാണ് അവരുടെ സമരമുറകളുടെ ഭാഗമായിട്ട് ഞാനത് കാണുന്നു. സാരമില്ല. പിന്നെ അവരുടെ മറ്റ് ആരോപണങ്ങളിലേക്ക് കടക്കുകയാണെങ്കിൽ ഭയങ്കര സ്ട്രിക്റ്റാണ്, ഡിസിപ്ലിൻ കൂടുതലാണ്, അവിടെ അനങ്ങാൻ പറ്റുന്നില്ല, ഇതൊരു ജയിലാണ് എന്നൊക്കെയാണ് പറയുന്നത്. ഒരു കോളേജിനെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ പഠിക്കാനാണ് ബേസിക്കലി വരുന്നത്. അതോടൊപ്പം അവരുടെ
മറ്റ് കലാവാസനകളും സർഗാത്മകമായ മറ്റ് കാര്യങ്ങളും എല്ലാ കാര്യങ്ങളും ഒരു പക്ഷേ അക്കാഡമിക് ആയിട്ടുള്ള അതർ അക്കാഡമിക് ആക്ടിവിറ്റീസിനെല്ലാം തന്നെ എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തിട്ടുള്ള കോളേജാണത്. അതിനൊന്നും ഞങ്ങൾ ഒരു കാര്യത്തിന് ഞങ്ങൾ മാറ്റി നിർത്തിയിട്ടില്ല. ഒരു കാര്യത്തിനും കഴിഞ്ഞ വർഷത്തെ അക്കാഡമിക് ഇയറിൻ്റെ ഞങ്ങളുടെ അക്കാഡമിക് കാലണ്ടർ പരിശോധിച്ചാൽ മനസ്സിലാവും എത്ര സെമിനാറുകൾ നടന്നിട്ടുണ്ട്, എത്ര നാഷണൽ സെമിനാർസ്, എത്ര എന്താ പറയുക വർക്ക്ഷോപ്സ്, പിന്നെ ജസ്റ്റിസ് വി ആർ കൃഷ്ണയ്യർ മെമ്മോറിയൽ ലെക്ചേഴ്സ് തീറ്റീസ് ഞങ്ങൾ തുടങ്ങി വെച്ചു. ഇങ്ങനെ ഒരുപാട് അക്കാഡമിക് ആക്ടിവിറ്റീസ് അവിടെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതെല്ലാം തന്നെ അതിനെല്ലാം രേഖകളുള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ ഇതുകൂടാതെ ഇതോടൊപ്പം തന്നെ രാഷ്ട്രീയ പ്രവർത്തനം, വർഷം തോറും നടക്കുന്ന കോളേജ് യൂണിയൻ തെരഞ്ഞെടുപ്പ്, അതുകൂടാതെ അത് കഴിഞ്ഞിട്ടുള്ള കലാപ്രവർത്തനങ്ങൾ, ഒരു മാസം നീണ്ടു നിൽക്കുന്ന വിമൻസ് ഡേ ഉൾപ്പെടെയുള്ള കോളേജ് യൂണിയൻ്റെ ആക്ടിവിറ്റീസ്, ഇതെല്ലാം വളരെ നന്നായി നടന്നു പോകുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം മറികടന്നുകൊണ്ടാണ് അവിടെ സ്വാതന്ത്ര്യമില്ല, അങ്ങനെയല്ല ഇങ്ങനെയല്ല എന്നൊക്കെ പറയുന്നത്. ആൺ പെൺ സൗഹൃദങ്ങൾ അനുവദിക്കാറില്ല എന്ന് പറയുന്നു. ഈ രാഷ്ട്രീയ പാർട്ടികളിലെല്ലാം തന്നെ ആൺകുട്ടികൾക്കും പെൺകുട്ടികളും ഒരുപോലെ മെമ്പർഷിപ്പ് എടുത്ത് പ്രവർത്തിക്കുന്ന ഒരു കോളേജാണിത്. പരിശോധിച്ചാൽ മനസ്സിലാക്കാം. അവിടെ വൈസ് ചെയർപേഴ്സണായിട്ട് വരുന്ന ഒരു പെൺകുട്ടിയാണ്. ലേഡി റെപ്രസെൻറ്റേറ്റീവ് എന്ന് പറഞ്ഞാൽ മറ്റൊരു തസ്തികയും കൂടിയുണ്ട്. പിന്നെ ക്ലാസ് റെപ്പുകളുടെ കൂട്ടത്തിൽ എല്ലാത്തിലും പെണ്ണുങ്ങൾക്കൊരു പ്രാധാന്യമുണ്ട്. അവരെല്ലാം തോളോട് ചേർന്ന് നിന്ന് പ്രവർത്തിക്കുന്ന ഒരു പ്രവണതയുമാണ് കാണുന്നത്. അത്തരം കാര്യങ്ങൾക്കൊന്നും ഞങ്ങൾ വിലങ്ങ് വെച്ചിട്ടില്ല. പിന്നെ സൗഹൃദങ്ങൾ അതിര് കടക്കുമ്പോൾ ആ കോളേജിലെ രക്ഷിതാവ് എന്നുള്ള നിലയ്ക്ക് കുട്ടികളുടെ വീട്ടുകാരെ അറിയിക്കുക എന്നുള്ളത് എൻ്റെ ധർമ്മമാണ്, എൻ്റെ ഡ്യൂട്ടിയുടെ ഭാഗമാണ്. അത് മാത്രമേ ചെയ്യാറുള്ളൂ. പിന്നെ എന്താ പറയണ്ടേ, പിന്നെ അവർ പറയുന്ന മറ്റൊരു ആരോപണം, 1 മണിക്ക് ക്ലാസ് കഴിയും, 9 to 1. അത് കഴിഞ്ഞാൽ അവരെ ക്യാമ്പസിൽ നിൽക്കാൻ അനുവദിക്കുന്നില്ല. 1:30 മണി കഴിഞ്ഞാൽ പിന്നെ 2 മണി തൊട്ട് മറ്റ് ക്ലാസ്സുകളാണ് അവിടെ നടക്കുന്നത്. അവരുടെ അക്കാഡമിക് ടൈം എന്ന് പറയുന്നത് കോളേജ് ടൈം ഈസ് ഓൺലി ഫ്രം 9 to 1. പിന്നെ അത് കഴിഞ്ഞാൽ മറ്റ് ക്ലാസ്സുകൾക്കുള്ള സമയമാണ് 2 മണി തൊട്ട് ബാക്കിയുള്ള സമയം. പിന്നെ ഈവനിങ് ക്ലാസ് ഉണ്ട്. എങ്കിൽ പോലും ഈ പോകുന്ന കുട്ടികൾക്ക് ഉച്ചയ്ക്ക് 1 മണിക്ക് ശേഷം കോളേജ് ലൈബ്രറി ഈ 8:30 മണി വരെ ത്രൂ ഔട്ട് ഓപ്പൺ ആയിരിക്കുന്ന ഒരു ലൈബ്രറിയാണ്. അവർക്ക് അതിനകത്ത് ഇൻ്റർനെറ്റ് ഫെസിലിറ്റീസ്, വൈഫൈ മുതൽ എല്ലാ സൗകര്യങ്ങളുമുണ്ട്. അപ്പോൾ ആർക്ക് വേണമെങ്കിലും അവിടെ ഇരുന്ന് പഠിക്കാം. അവരുടെ ഇൻറ്റേർണൽ വർക്ക്സായ അസൈൻമെൻറ്റ്, സെമിനാർ എന്നിവയ്ക്ക് വേണ്ടി തയ്യാറെടുപ്പുകൾ നടത്താം. അങ്ങനെയുള്ള എല്ലാ സൗകര്യങ്ങളുമുണ്ട്. ഇത് കൂടാതെ കളിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾ ഒരു 3:30 മണിയോടുകൂടി തിരിച്ചെത്തുകയാണ് ക്യാമ്പസിലേക്ക്. വളരെ വലിയ വിശാലമായ ഒരു പ്ലേ ഗ്രൗണ്ട് ഞങ്ങളുടെ കോളേജിനുണ്ട്. അത് ഒരുപാട് പേർക്കൊന്നും അവകാശപ്പെടാനില്ലാത്തൊരു കാര്യമാണ്. ഞങ്ങളുടെ കോളേജിന് അത് അഭിമാനത്തോടെ പറയാൻ സാധിക്കും. നല്ലൊരു പ്ലേ ഗ്രൗണ്ട് ഉണ്ട്. കുട്ടികൾക്ക് ഒരു സ്റ്റേഡിയമാണത് സത്യത്തിൽ. ഈ കുട്ടികൾ അവിടെ വന്ന് ഫുട്ബോൾ, ക്രിക്കറ്റ് മുതലായ അവർക്കിഷ്ടമുള്ള ഗെയിംസ് എല്ലാം കളിക്കാറുണ്ട്. ടിൽ 7 o'clock, 6:30 വരെയാണ് അവരുടെ സമയം. എങ്കിലും അവർ ക്യാമ്പസിൽ നിന്ന് പുറത്തു പോകുമ്പോൾ ഏതാണ്ട് 7 മണിയോട് ആകുന്നു. അപ്പോൾ അതുകൊണ്ട് അവിടെ വ്യക്തി സ്വാതന്ത്ര്യമില്ല, അവിടെ റെസ്ട്രിക്ഷനാണ്, ജയിലാണെന്നൊക്കെ പറയുന്നതിന് ഞങ്ങൾക്ക് വിഷമമുണ്ട് അതൊക്കെ കേൾക്കുമ്പോൾ. പിന്നെ പറയാനാണെങ്കിൽ കോളേജ് ഇലക്ഷൻ്റെ കാര്യത്തിൽ ഇപ്പോൾ മിക്കവാറും എല്ലാ കോളേജിലും തന്നെ പ്രസിഡൻഷ്യൽ ഫോം ഓഫ് ഇലക്ഷനാണ് ഓപ്റ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഞങ്ങൾ അന്നും ഇന്നും ഒരു പാർലമെൻ്ററി ഫോം ഓഫ് ഒരു എന്താ പറയുക ഇലക്ഷനാണ് നടത്തുന്നത്. അത് തന്നെ ഭയങ്കര ഒരു ഉത്സവം പോലെയാണ് ഞങ്ങളവിടെ ഇലക്ഷൻ കണ്ടക്ട് ചെയ്യുന്നത്. കുട്ടികളുടെ ഒരു ഫെസ്റ്റിവൽ പോലെയാണ് അത് അവർ നോക്കുന്നത്. ഒരാഴ്ചയോളം കോളേജിൽ ആ സമയത്ത് പഠനമൊന്നും നടക്കാറില്ല. ആ ആഴ്ചയിലെ പഠനത്തിന് വേണ്ടിയിട്ട് അറ്റൻഡൻസിൻ്റെ കാര്യത്തിൽ ഞങ്ങൾ യാതൊരു നിർബന്ധവും പിടിക്കാറില്ല. പിന്നെ എക്സ്ട്രാ അറ്റൻഡൻസ് കൊടുക്കുന്ന ചില ഏരിയാസ് ഉണ്ട്. അതായത് ഇവരുടെ മറ്റ് കരിക്കുലർ ആക്ടിവിറ്റീസ്, എക്സ്ട്രാ കരിക്കുലർ ലൈക്ക് മൂഡ് കോർട്ടിൻ്റെ പ്രവർത്തനങ്ങൾക്ക് പോകുന്ന കുട്ടികൾ, പിന്നെ സെമിനാറുകൾക്ക് വേണ്ടിയിട്ട് വർക്ക് ചെയ്യുന്ന കുട്ടികൾ. ഇതുകൂടാതെ എലക്ഷൻ ക്യാമ്പയിൻ, ഓരോ ക്ലാസ്സിലും ഓരോ വിഷയത്തിനും എല്ലാ പാർട്ടിക്കാരും വന്ന് ക്യാമ്പയിന് പെർമിഷൻ ചോദിക്കുമ്പോൾ അത് കൊടുക്കുന്ന ഒരു പ്രിൻസിപ്പിളാണ് ഞാൻ. അതിന് അവർക്ക് അലോട്ട് ചെയ്ത സമയം ഏകദേശം 2 മണിക്കൂർ സമയം എല്ലാ ക്ലാസ്സിലും ക്ലാസ് നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയാണ് അവരുടെ ക്യാമ്പയിൻ. എങ്കിൽ പോലും ഞങ്ങളും ഈ രാഷ്ട്രീയ പാർട്ടിയിലെ കുട്ടികളുമായിട്ടുള്ളൊരു എഗ്രിമെൻറ്റ് പ്രകാരം ഏതൊരു ക്യാമ്പയിനും 11 മണിക്ക് ശേഷമാണ് അവിടെ തുടങ്ങുന്നത്. അതും ഒരു വ്യത്യാസമാണ് മറ്റ് ക്യാമ്പസുകളിൽ നിന്നും. അത് ആ കുട്ടികളുമായിട്ടുള്ള ഒരു നല്ലൊരു ധാരണയിലാണ് അങ്ങനെ പോകുന്നത്. അപ്പോൾ ഒന്നുമില്ലെങ്കിലും 2 മണിക്കൂർ ക്ലാസ് നടക്കും ഏതൊരു സമരമാണെങ്കിലും. 9 to 10, 10 to 11 കഴിഞ്ഞ് അവർ ക്യാമ്പയിന് പോകുമ്പോൾ എല്ലാ ക്ലാസ്സിൽ നിന്നും അവർക്ക് ആവശ്യമുള്ള അണികളെ എല്ലാം ചേർത്താണ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആ കുട്ടികളുടെ അറ്റൻഡൻസ് അത് അവർ ഒരു വർഷം, അത് ഒരു സെമസ്റ്റർ കഴിയുമ്പോൾ ലിസ്റ്റ് കൊണ്ടുവരും. എല്ലാ പാർട്ടിയിലെ കുട്ടികൾക്കും ഞാനത് എക്സ്ട്രാ അറ്റൻഡൻസ് ആയിട്ട് ആഡ് ഓൺ ചെയ്ത് കൊടുക്കുന്ന ഒരു രീതിയുമുണ്ട്. അതൊരു പക്ഷേ അവിടുത്തെ അറ്റൻഡൻസ് രജിസ്റ്റർ പരിശോധിച്ചാൽ മനസ്സിലാവും. പച്ച മഷിയിൽ പ്രിൻസിപ്പലിൻ്റെ പേന കൊണ്ടാണ് ആ എക്സ്ട്രാ അറ്റൻഡൻസ് മാർക്ക് ചെയ്യുന്നത്. ഇതൊക്കെയാണ് എക്സ്ട്രാ കൂടുതലായിട്ട് പറയാനുള്ളത്. പിന്നെ പറയുന്നത് പ്രിൻസിപ്പൾ സഭ്യമായി സംസാരിക്കുന്നില്ല, അസഭ്യം. നിങ്ങൾക്കറിയാം ഞാൻ നിൽക്കുന്ന മേഖല ഏതാണെന്ന്. ഈ എന്താ പറയുക, അധ്യാപനം മാത്രമല്ല
ഞാനൊരു മീഡിയയുടെ പേഴ്സണും കൂടിയാണ്. അതിനോടൊപ്പം അങ്ങനത്തെ പൊതുജനങ്ങളുടെ ഇടയിൽ എനിക്ക് ഒരുപാട് പരിചയക്കാരും ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആൾക്കാരുമുണ്ട്. അത്തരമൊരു വ്യക്തി. അതുപോലെ നല്ലൊരു കുടുംബ പശ്ചാത്തലവുമുണ്ട്. ഭർത്താവും മക്കളുമായി ജീവിക്കുന്ന ഒരു സ്ത്രീ, അച്ഛൻ, അമ്മ, സമൂഹത്തിൽ നല്ല മാന്യതയോട് ജീവിക്കുന്ന ഒരു കുടുംബം എൻ്റെ പിന്നിലുണ്ട്. അവരെല്ലാം ഉള്ളപ്പോൾ എൻ്റെ ഒരു രീതിയല്ല അസഭ്യം പറയാന്നുള്ളത്. അപ്പോൾ അതെല്ലാം വെറുതെ അൺഫൗണ്ടാണ് അത്തരം ആരോപണങ്ങൾ. പിന്നെ ഇതിൻ്റെ പിന്നിലെ കാര്യങ്ങൾ പറയാനാണെങ്കിൽ പിന്നെ ഹോസ്റ്റലിൻ്റെ കാര്യങ്ങൾ പറയാൻ എന്നോടൊപ്പം വാർഡൻ ഇവിടെ ഉണ്ട്. അത് പുള്ളിക്കാരി പറയും. ഹോസ്റ്റൽ വാർഡൻ ഞാനുള്ളിടത്തോളം അവിടെ യാതൊരു പ്രശ്നങ്ങളുമില്ല. കുട്ടികളീ പറയുന്ന കാര്യങ്ങളെല്ലാം തെറ്റാണ്. ഞാൻ നല്ലൊരു കുട്ടിയോട് ചോദിക്കുകയും ചെയ്തു, നിങ്ങൾക്ക് അവിടെ എന്താണ് പ്രശ്നം? എന്ത് പ്രശ്നം? ഒരു പ്രശ്നവുമില്ല. പിന്നെ നിങ്ങൾ എന്തിനാണ് ഇതൊക്കെ പറയുന്നത്? അത് അങ്ങനെയല്ലേ ഞങ്ങൾക്ക് ഒരുപാട് പ്രയാസങ്ങളുണ്ട്. ഞാൻ നേരത്തെ നിങ്ങൾ പ്രിൻസിപ്പലിനോട് പറയുന്നില്ല. എന്നെ സംബന്ധിച്ചിടത്തോളം എനിക്കറിയാവുന്നിടത്തോളം ഹോസ്റ്റലിൽ യാതൊരു പ്രശ്നവുമില്ല. അവർ പറയുന്ന ആരോപണങ്ങൾ എന്ന് പറഞ്ഞാൽ ഹോസ്റ്റലിൽ ഫ്രീഡം ഇല്ല, അവർക്ക് ഔട്ടിംഗ് ഇല്ല എന്നൊക്കെ പറയുന്നു. ഈ ഔട്ടിംഗ് എന്ന് പറയുന്ന സംഗതി പണ്ട് ആഴ്ചയിൽ ഒരു ദിവസം ഉണ്ടായിരുന്നു. പക്ഷേ അത് മിസ്യൂസ് ചെയ്ത് തുടങ്ങിയപ്പോൾ ഞങ്ങൾക്ക് തോന്നി അത് ശരിയല്ല. അത് കാരണം എനി ഡേ ദേ ക്യാൻ ഗോ ഔട്ട്, അങ്ങനെ ഒരു കണ്ടീഷനിലേക്ക് പോയി. പക്ഷേ അവിടെ ഒരു ബുക്ക് വെച്ചിട്ടുണ്ട്, രജിസ്റ്റർ, അതിൽ മാർക്ക് ചെയ്തിട്ട് പോകാമെന്നുള്ളത് മാത്രം. ദാറ്റ് ഇസ് ഐദർ വാർഡൻ അല്ലെങ്കിൽ പ്രിൻസിപ്പൾ ആരോടെങ്കിലും പെർമിഷൻ ചോദിച്ചാൽ എവിടെയാണ് പോകുന്നതെന്ന് അറിയിക്കുക. എന്നിട്ട് ആ ബുക്കിൽ പോകുന്ന സമയം തിരിച്ചു വരുന്ന സമയം അത്രേ ആവശ്യപ്പെടുന്നുള്ളൂ. അത് ഏത് ദിവസവും പോകാം. പിന്നെ മതസ്വാതന്ത്ര്യം അതിനകത്ത് വെള്ളിയാഴ്ചകളും ഞായറാഴ്ചകളും തിങ്കളാഴ്ചകളും, അതായത് ഞായറാഴ്ച പള്ളിയിൽ പോകുന്ന ആൾക്കാർ, വെള്ളിയാഴ്ച മോസ്കുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, പിന്നെ തിങ്കളാഴ്ച ഹിന്ദു കുട്ടികൾ, ഇവർക്ക് എന്താ പറയുക, അവർക്ക് അമ്പലത്തിൽ പോകാനും എല്ലാം ഉള്ള ഒരു മതസ്വാതന്ത്ര്യം, പ്രാർത്ഥിക്കാനുള്ള സ്വാതന്ത്ര്യം അതെല്ലാം ഉണ്ട്. പിന്നെ ഹോസ്പിറ്റൽ ഇങ്ങനെയുള്ള സ്ഥലത്തേക്കൊക്കെ അസുഖമാണെങ്കിൽ പോകാനായിട്ട് അതിനുള്ള പെർമിഷനുണ്ട്. പിന്നെ വീട്ടിൽ പോകുമ്പോൾ മാത്രം അതും ഞങ്ങൾ കുറച്ച് സ്ട്രിക്റ്റാണ് ആ കാര്യത്തിൽ. രാവിലെ എവിടെയാണ് പോകുന്നത്, അതായത് രാവിലെ ഏർലി മോർണിംഗ് അവേഴ്സ് പോകുന്ന ഒരു സമയം ഉണ്ടായിരുന്നു. 4 മണിക്ക് അവിടെ നിന്ന് ഇറങ്ങിയിട്ട് 5 മണിയുടെ ട്രെയിൻ ബുക്ക് ചെയ്ത്. ആ ഇരുട്ട് സമയത്ത് കുട്ടികളിങ്ങനെ ഒറ്റയ്ക്ക് സഞ്ചരിക്കുന്നതിൻ്റെ ഒരു ബുദ്ധിമുട്ട്, പ്രത്യേകിച്ച് നിർഭയ കേസെല്ലാം വന്നതിന് ശേഷം അത് അപകടമാണെന്ന് മനസ്സിലാക്കിയിട്ട് അതിനൊരു ചെറിയ മാറ്റം വരുത്തി രാവിലെ 7 മണി, അതായത് 6:30 ശേഷമുള്ള ഏതെങ്കിലും ട്രെയിൻ ബുക്ക് ചെയ്യുക. 5 മണിക്ക് ശേഷവും പാടില്ല, പോയിക്കോളുക. അത് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം കൂടി ചെയ്യണം. വാർഡനാണ് അവരുടെ വീടുകളിൽ വിളിച്ച് പറയുന്നത് കുട്ടികൾ അങ്ങോട്ട് തിരിച്ചിട്ടുണ്ടെന്ന്. അവരവിടെ വീട്ടിലെത്തിയിട്ട് തിരിച്ച് വാർഡനെ വിളിച്ച് പറഞ്ഞ മക്കൾ അവിടെ സുരക്ഷിതരായി എത്തിക്കഴിഞ്ഞു എന്ന് പറയുന്നു. അതുപോലെ തന്നെ അവിടെ നിന്ന് തിരിച്ച് ഇങ്ങോട്ട് പുറപ്പെടുമ്പോഴും ഇതേ രീതിയിൽ തന്നെ അവിടെ നിന്ന് വിളിച്ചു പറയുന്നു പേരൻസ്, ഇവിടെ വന്നിട്ട് വാർഡൻ അവരെ തിരിച്ചറിയിക്കുന്നു. ഇത്രയും സേഫായി ഇങ്ങനെ തന്നെ പ്രവർത്തിക്കുന്ന മറ്റൊരു ഹോസ്റ്റൽ ഉണ്ടോ എന്ന് എനിക്കറിയില്ല. ഇതെല്ലാം ഒരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്ന്. എനിക്ക് 2 കുട്ടികളുള്ളതാണ്, എനിക്കൊരു മകളുണ്ട്, മകനുണ്ട്. മകൾ കല്യാണം കഴിഞ്ഞു പോയി. പക്ഷേ എങ്ങനെയാണോ എൻ്റെ കുഞ്ഞുങ്ങളെ ഞാൻ സുരക്ഷിതരായി കൊണ്ടുപോയത് ആ രീതിയിലുള്ള ഒരു സംരക്ഷണം ആണ് ഞാൻ കൊടുത്തിരുന്നത്. വാർഡൻ ഇല്ലാത്ത സമയത്താണെങ്കിൽ അവിടെ ഒരു അസിസ്റ്റൻറ്റ് വാർഡനായിട്ട് ഞങ്ങളുടെ തന്നെ ഒരു സ്റ്റാഫ് അതിനകത്ത് താമസമുണ്ട് ഹോസ്റ്റലിൽ. അതിനെക്കാട്ടി എക്സ്ട്രാ പറയാനാണെങ്കിൽ ഞാനും എൻ്റെ അച്ഛനും ഡയറക്ടറും അതിൻ്റെ തൊട്ടടുത്തുള്ള ക്വാർട്ടേഴ്സിലാണ് താമസിക്കുന്നത്. അപ്പോൾ അവർക്ക് എന്ത് ആവശ്യമുണ്ടെങ്കിലും ഞങ്ങൾ അവിടെയുണ്ട്. അപ്പോൾ ഇത്രയും, പിന്നെ കോമൺ ആയിട്ട് കോളേജ് സെക്യൂരിറ്റി ഉണ്ട്, അല്ലാതെ അവരുടെ ഹോസ്റ്റലിൻ്റെ ഫ്രണ്ടിലും സെക്യൂരിറ്റി ഉണ്ട്. ഇൻ കേസ് ഹോസ്റ്റൽ സെക്യൂരിറ്റി 24 hours ആണ്. ആൾക്ക് ഇടയ്ക്ക് വീട്ടിൽ പോകണമെന്ന് തോന്നിയാലും കോളേജ് സെക്യൂരിറ്റി ഈസ് ഓൾവേസ് ദയർ. പിന്നെ ഞങ്ങൾ അവിടെ എല്ലാ സമയവും ഉണ്ട്. അപ്പോൾ അത്തരം വിഷയങ്ങളൊന്നും അതിലില്ല. പിന്നെ എന്താ പറയണ്ടേ, അങ്ങനെയുള്ള കാര്യങ്ങളാണ്. അപ്പോൾ എന്തായാലും ഇതിൽ കൂടുതൽ കാര്യങ്ങളൊന്നും പിന്നെ പറയാനില്ല. പിന്നെ
ചോദിക്കാം. ബഹളം വയ്ക്കണ്ട. പത്രക്കാർ ചോദിക്കട്ടെ, നിങ്ങൾക്കല്ലേ അവർ ചോദിക്കണം. എന്തെങ്കിലും ചോദിക്കാണ്ടെങ്കിൽ ചോദിക്കാം. അവർ അതിനുള്ള സംസാരം. ഞങ്ങൾ സെൽഫ് ഫിനാൻസിങ് ആണ്. എനിക്ക് യൂണിവേഴ്സിറ്റിയുടെ തരത്തിലിട്ട് അവിടുത്തെ അധ്യാപകർക്കോ മാനേജർക്കോ ഒന്നും ഇതിന് വോട്ടേഴ്സ് ലിസ്റ്റിലില്ല. പക്ഷെ നിങ്ങളുടെ കോളേജിലെ പല അധ്യാപകരും മാനേജറും ഒക്കെ വോട്ടേഴ്സ് ലിസ്റ്റ്. പറയാം. അതായത് ഞങ്ങളുടെ കോളേജ് 50 വർഷമായി പ്രവർത്തിക്കുന്നു. ആ സമയത്ത് സെൽഫ് ഫിനാൻസിങ് ലോ സെക്ടറിൽ ഇല്ലായിരുന്നു. അന്നേരം പ്രൈവറ്റ് കോളേജ് എന്നുള്ള കാറ്റഗറിയിലായിരുന്നു ഞങ്ങളുടെ കോളേജ് പ്രവർത്തിച്ചിരുന്നത്. ആ സമയത്ത് ഞങ്ങൾക്ക് അവിടുന്ന് ശരിക്കും പറഞ്ഞാൽ അപ്രൂവൽ കിട്ടുമായിരുന്നു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് അധ്യാപകർക്ക്. ഒരു പക്ഷേ കുറച്ച് നാൾ മുന്നേ വരെ ഈ ഇരിക്കുന്ന എല്ലാ അധ്യാപകർക്കും അപ്രൂവൽ വന്ന് ഇങ്ങനെ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ള ആൾക്കാരല്ല, കുറച്ച് പേർക്ക് അതിന് മുന്നേ അപ്രൂവൽ കൊടുത്തിരുന്ന കാലം വരെയുള്ള അധ്യാപകർക്ക് മാത്രമേ വോട്ടിംഗ് റൈറ്റ്സ് ഉള്ളൂ. ഞങ്ങളുടെ ശരിക്കും പറഞ്ഞാൽ പ്രൈവറ്റ് കോളേജാണ്. അതിൽ ഒരു ഭാഗം മാത്രം, ദാറ്റ് ഈസ് ഇപ്പോൾ ഈ ന്യൂ ജനറേഷൻ സ്വകാര്യ കോളേജുകൾ വന്നപ്പോൾ സെൽഫ് ഫിനാൻസിങ് എന്നുള്ള കാറ്റഗറിയിൽ വന്നപ്പോൾ BCom എന്ന് പറയുന്ന ഒരു കോഴ്സ് മാത്രം ഞങ്ങൾ ന്യൂ കോഴ്സാണ്, അതിപ്പോൾ 4 വർഷമായിട്ട് തുടങ്ങിയിട്ട്. ആ BCom മാത്രമേ 5 ഇയർ BCom ക്ലാസ് മാത്രമേ ഉള്ളൂ ഞങ്ങളുടെ സെൽഫ് ഫിനാൻസിങ് സ്റ്റാറ്റസ്. അല്ല അതെ അങ്ങനെ ഇല്ലായിരുന്നു. ഞങ്ങൾക്കൊരു ഓപ്ഷൻ ഉണ്ടായിരുന്നു. ഒരു സമയത്ത് ഞങ്ങൾക്ക് വേണമെങ്കിൽ എയ്ഡഡ് ആകാമായിരുന്നു. പക്ഷേ ആ സമയത്ത് ഓപ്റ്റ് ചെയ്തില്ല, അത്രമാത്രം. പക്ഷേ ഇപ്പോഴും യൂണിവേഴ്സിറ്റി കലണ്ടേഴ്സിലും മറ്റ് രേഖകളിലും എല്ലാം പ്രൈവറ്റ് കോളേജ് എന്നുള്ള കാറ്റഗറിയിലാണ് നിൽക്കുന്നത്. ഈ സെൽഫ് ഫിനാൻസിംഗ് ഒക്കെ വന്നതിന് ശേഷമാണ് ഈ അപ്രൂവലിൻ്റെ വിഷയമൊക്കെ വരുന്നത്. അതിന് മുന്നേ കുറച്ച് കാലം വരെയും ഞങ്ങളുടെ ഒരു കോളേജ് മാത്രമേ ഉള്ളൂ പ്രൈവറ്റ് കോളേജായിരുന്നു. അതുകൊണ്ട് തന്നെ ടീച്ചേഴ്സിന് അപ്രൂവൽ കിട്ടിക്കൊണ്ടിരുന്നു. അത് അന്നത്തെ കാലത്ത് അത് അങ്ങനെ നടന്നു. അതിൻ്റെ സ്വാധീനം എന്നൊന്നും പറയാൻ പറ്റില്ല. അത് ശരിയല്ല. അത്തരം അതിപ്പോഴത്തെ അല്ല, ഇത് വർഷം അത് ഇപ്പോഴും നമ്മൾ അത് ചർച്ച ചെയ്തിട്ട് കാര്യമില്ല. ഇത് 50 വർഷം മുന്നേ തുടങ്ങിയൊരു കോളേജിന് അന്നത്തെ റൂൾസ് അനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. നിയമലംഘനമെന്ന് നിങ്ങൾ പറയുന്നെങ്കിൽ ഞങ്ങൾ ഒരു നിയമവും ലംഘിച്ചിട്ടില്ല. അന്നത്തെ റൂൾസ് അനുസരിച്ച് ഞങ്ങൾക്ക് കിട്ടിയതല്ലേ നിയമപരമായിട്ട്. മുമ്പ് പ്രൈവറ്റ് കോളേജായിരുന്നു. കേരളത്തിലുള്ള മുഴുവൻ ഗവൺമെന്റ് കോളേജ് അല്ലാതെ ബാക്കി എല്ലാ കോളേജും സ്വകാര്യ മേഖലയിലായിരുന്നു. 72 ഡയറക്ട് പേയ്മെന്റ് വന്നപ്പോൾ ആണ് ഈ സ്വകാര്യ കോളേജുകളെല്ലാം എയ്ഡഡ് കോളേജ് ആകുകയും അന്ന് എയ്ഡഡ് കോളേജ് ഡയറക്ട് പേയ്മെന്റ് വരുന്നവരെ ഇവിടെ കേരളത്തിലെ മുഴുവൻ കോളേജിലെ ടീച്ചേഴ്സും അപ്രൂവൽ കൊടുത്തിരുന്ന യൂണിവേഴ്സിറ്റി സ്വകാര്യ കോളേജ് ആ പദവിയാണ് ഇപ്പോഴും നിലനിൽക്കുന്നത്. 72 മുമ്പ് കിട്ടിയ അപ്രൂവലാണ് നിങ്ങൾ 72 പ്രൈവറ്റ് കോളേജ് എന്ന് പറയുന്നത് 72 മുമ്പ് കേരളത്തിലെ മുഴുവൻ സ്വകാര്യ കോളേജ് പ്രൈവറ്റ് കോളേജ് എന്നതായിരുന്നു. അതിനുശേഷം 72 ശേഷം ഡയറക്ട് പേയ്മെന്റ് വന്നു. ഡയറക്ട് പേയ്മെന്റ് വന്നപ്പോൾ എയ്ഡഡ് സെക്ടർ ആയിട്ട് മാറി കുറച്ച് പ്രൈവറ്റ് ആയിട്ട്. ആ പ്രൈവറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു കോളേജാണ് ഈ ലോ കോളേജ്. 72 നിങ്ങൾ ആ എഗ്രിമെന്റിൽ ഒപ്പിട്ടില്ല. 2002 സോഫ്റ്റ്വെയർ നിയമം വന്നപ്പോഴും നിങ്ങൾ ഒപ്പിട്ടില്ല. നിലവിലെ സ്വകാര്യ കോളേജ് എന്നുള്ള നിലയിലാണെങ്കിൽ നിലവിലെ നിയമം അനുസരിച്ച് അധ്യാപകർക്ക് അംഗീകാരം കിട്ടില്ല. ഒന്ന്, നിങ്ങളുടെ കോളേജിന്റെ അഫിലിയേഷൻ രേഖകളുണ്ടോ? എന്താ കേട്ടില്ല? അഫിലിയേഷൻ രേഖകളുണ്ടോ? ഉണ്ടല്ലോ. കോളേജിന്റെ അഫിലിയേഷൻ രേഖകളെല്ലാം ഉണ്ട്. അത് യൂണിവേഴ്സിറ്റിയാണ് പരിശോധിക്കേണ്ടത്. അവരത് ചെയ്തോളൂ. യൂണിവേഴ്സിറ്റിയിലുള്ള വിവരാവകാശ കേരള യൂണിവേഴ്സിറ്റിയിലെ ലോ അക്കാഡമിയുടെ അഫിലിയേഷൻ രേഖകളില്ല. അത് അവർ പറയുന്നതല്ലോ, ഞങ്ങൾ എന്ത് ചെയ്യണം? അത് അന്വേഷണത്തിലൂടെ കണ്ടെത്താവുന്ന കാര്യങ്ങളല്ലേ. അതിനാണല്ലോ ഇപ്പോൾ ഒരു കമ്മിറ്റി വരുന്നത്. ഒരു അഫിലിയേഷൻ കമ്മിറ്റി, ഒരു ഇൻസ്പെക്ഷൻ വെച്ചിട്ടുണ്ട്. അത് അവരെടുക്കേണ്ട തീരുമാനമാണ്. അവരത് എന്താണെന്ന് വെച്ചാൽ അത് റിപ്പോർട്ട് ചെയ്യട്ടെ. പിന്നെന്താ? യെസ് യെസ് എക്സാക്ട്ലി യെസ്. അതിപ്പോൾ അറിയാലോ, ഇപ്പോൾ പാമ്പാടി കോളേജിലെ വിശേഷങ്ങൾ, നെഹ്റു കോളേജിലെ വിശേഷങ്ങളൊക്കെ വന്നപ്പോൾ ഞാൻ ചോദിച്ചോട്ടെ, ഇപ്പോൾ പെട്ടെന്ന് പുറപ്പെട്ടതാണ്. അതാണ് എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. ഇത്രയും കാലം ഇവിടെ ഉണ്ടായിരുന്ന കുട്ടികൾക്ക് അപ്പോഴൊന്നും ഇല്ലാത്തൊരു ഗ്രീവൻസ് ആണോ ഇപ്പോൾ ഓൾ ഓഫ് എ സഡൻ വന്നത്? അല്ലല്ലോ. അവിടുത്തെ രേഖകൾ പരിശോധിച്ച് നോക്കുക. ഞങ്ങളുടെ എല്ലാം അറ്റൻഡൻസ് രജിസ്റ്റർ ആണെങ്കിലും ഇൻറ്റേർണൽസിൻ്റെ കാര്യങ്ങളാണെങ്കിലും മറ്റ് കോളേജുകൾക്കാട്ടിലും കൂടുതൽ ഇൻറ്റേർണൽ മാർക്സ് കൊടുക്കുന്ന ഒരു കോളേജാണ് ഞങ്ങളുടെ കോളേജ്. ഒരുപാട് കുട്ടികൾക്ക് 15-ന് മുകളിലാണ് ഔട്ട് ഓഫ് 20.
അതെ, എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ഉണ്ടെങ്കിലും എല്ലാ കുട്ടികളും എല്ലാ രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമാകണം എന്നില്ലല്ലോ. പാർട്ടിയിൽ ചേരാത്ത കുട്ടികളും അവിടെ ഉണ്ട്. അതാണ് അങ്ങനെ പറഞ്ഞത്. കുട്ടികളെ ശക്തമാക്കുന്നു പറയുമ്പോഴേ എല്ലാ ABVP, SFI, എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് സമരം സാധ്യമാണ്. എല്ലാവരെയും കയ്യിലെടുത്തുകൊണ്ട് സമരം സാധ്യമല്ല. പക്ഷേ തുടങ്ങിയത് രണ്ട് പാർട്ടിയാണെങ്കിലും എല്ലാ പാർട്ടിക്കാരും സമരം ചെയ്തില്ലെങ്കിൽ അവർക്ക് പരസ്പരമുള്ള ഒരു എന്താ പറയുക, ഇനി കോളേജ് ഇലക്ഷനൊക്കെ വരികയാണ്, ഇതൊരു മൈലേജിൻ്റെ പ്രശ്നമാണ്. എന്തെങ്കിലുമൊക്കെ കാര്യത്തിന് സമരം ചെയ്തില്ലെങ്കിൽ അവരുടെ ഇമേജിൻ്റെ ഒരു പ്രശ്നം കൂടി വരും. ചട്ടുകമാക്കും അല്ല, പറയാം അങ്ങനെയല്ല ചട്ടുകമാക്കുന്ന വ്യക്തികൾ എന്ന് എടുത്തു പറയാനൊന്നും എനിക്ക് എല്ലാവരെയും ഒന്നും അറിയില്ല. പക്ഷേ എന്നോട് വ്യക്തി വൈരാഗ്യമുള്ള 1-2 ആളുകൾ പരസ്യമായി ചാനലുകളിൽ ഇരുന്ന് ചർച്ചകളിൽ പങ്കെടുക്കുകയും വളരെ ഏകപക്ഷീയമായി കുറ്റം ചെയ്തു എന്നുള്ള രീതിയിലുള്ള ആരോപണങ്ങൾ ഉന്നയിക്കുകയും ഇനി കുറെ കേസ് കൊടുത്ത് എന്നെ കുരുക്കിക്കളയും ശരിയാക്കി കളയും എന്നുള്ള ഭീഷണി മുഴക്കുന്നത് ഞാൻ കേട്ടു. അത് അതെ പറഞ്ഞു തരാം. അവിടെ ഉള്ള സമരം എന്ന് പറയുന്നത് ഈ കുട്ടികൾ ഇരിക്കുന്നത് നിങ്ങൾക്ക് അവിടെ വന്ന് നോക്കിയാൽ മനസ്സിലാവും. ഒരു 200 കുട്ടികൾക്ക് താഴെയാണ് അവിടെ ഉള്ളത്, പെൺകുട്ടികൾ ഉൾപ്പെടെ. പിന്നെ പുറത്തുനിന്ന് വന്ന പല കോളേജുകളിൽ നിന്ന് വന്നവരും അവരുടെയൊക്കെ സംഘടനയുടെ ഭാഗമായിട്ടുള്ളവരുമാണ് അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്നത്. എന്നിട്ട് ഇതിപ്പോൾ ക്ലാസ് അവസരം തരാം. രണ്ടാഴ്ചയല്ല, ഇത് 10 ദിവസം 11 ദിവസം ആവും. അതെ, പറഞ്ഞു തരാം. ഇത് എന്താണ് മറുപടി പറയാൻ വൈകിയെന്നുള്ളത്. കാരണം ഇത് തുടങ്ങിയത് തന്നെ അവരാണ് ഏകപക്ഷീയമായി സമരം തുടങ്ങിയത്. ആദ്യം KSUവും പിന്നെ ASF പിന്നെ MSF ഇങ്ങനെ 3 സംഘടനകളാണ് ഒന്നിച്ചിറങ്ങിയത്. ആദ്യം KSU സംഘടന പെട്ടെന്ന് തന്നെ സ്ട്രൈക്ക് വിളിക്കുന്നു. എന്നിട്ട് പറയുന്നു ഇത് ഞങ്ങൾ എന്താ പറയുക, ഇനി അനിശ്ചിതകാല പിന്നെ പഠിപ്പ് മുടക്ക്, കോളേജ് തുറക്കില്ല. അത് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞാണ് ABVP രംഗത്ത് വരുന്നത്. അതും കഴിഞ്ഞിട്ടാണ് 3ാമത്തെ ദിവസമാണ് SFI രംഗത്ത് വരുന്നത്. അപ്പോൾ ഒരു കാര്യത്തിന് ഇറങ്ങുമ്പോൾ എല്ലാവരും ഇറങ്ങിയില്ലെങ്കിൽ അവരുടെ കൂടെ നിൽക്കുന്ന നിങ്ങളെന്താ പോകാത്തത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ വരും. എല്ലാവർക്കും അവരവരുടേതായ പൊളിറ്റിക്കൽ അജൻഡാസ് ഉണ്ട്. അപ്പോൾ അത് നമ്മൾ ചോദ്യം ചെയ്യേണ്ട കാര്യമില്ല. കുട്ടികൾക്ക് റൈറ്റ് ടു സ്ട്രൈക്ക് അവരുടെ മൗലിക അവകാശമാണ്. അത് ചെയ്തോട്ടെ, അതിനൊന്നും കുഴപ്പമില്ല. ആണ് അങ്ങനെയൊന്നും ഞങ്ങൾ പറഞ്ഞില്ല. രാഷ്ട്രീയ പാർട്ടികൾക്ക് എക്സിസ്റ്റൻസ് ഇല്ലെന്ന് ആരാ പറഞ്ഞു? ഞങ്ങൾ അഭിപ്രായ സ്വാതന്ത്ര്യവും അത് രാഷ്ട്രീയമായിട്ട് അവർക്ക് പ്രവർത്തിക്കാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുക്കുന്നതുകൊണ്ടാണല്ലോ അവർക്കിപ്പോൾ സമരം ചെയ്യാൻ പറ്റുന്നത്, സമരമുഖത്ത് വന്ന് നിൽക്കാൻ പറ്റുന്നത്. അവരുമായിട്ടുള്ള ചർച്ച 3 വട്ടം കഴിഞ്ഞു. അത് അപ്പോൾ മാധ്യമങ്ങൾ അറിഞ്ഞില്ല എന്ന് മാത്രം. അതൊക്കെ അവരിപ്പോൾ പറയുന്നതല്ലേ. അതല്ല, അത് സമരത്തിന് ഇറങ്ങുന്നതിന് മുന്നേ സ്ട്രൈക്ക് തീർച്ചയായും വന്ന് അതൊക്കെ വളരെ ശുദ്ധമായ കള്ളമാണ്. ഫോണിലൊന്നും അല്ലല്ലോ വിളിച്ച് ചർച്ച ചെയ്യേണ്ടത്. ടീച്ചർ കോളേജിലുള്ളപ്പോൾ അവിടെ വന്ന് ചർച്ച ചെയ്യാം. അല്ല അതെല്ലാം ശുദ്ധമായ കള്ളമാണ്. ഈ സമരം പൊട്ടി പുറപ്പെടുന്ന സമയത്ത് ഞാൻ അപ്പോൾ കോളേജിലില്ല. എന്നോട് വന്ന് അതും പറയും. അല്ല, കോളേജിൽ എത്തുന്നതിന് മുമ്പ് ഇത് നടന്നു കഴിഞ്ഞു. കോളേജിൽ എത്തിക്കഴിഞ്ഞാൽ അത് കഴിഞ്ഞാൽ പിന്നെ ഞാൻ എന്താ, അവർക്ക് സംസാരിക്കാനാണെങ്കിൽ അത് അല്ലെങ്കിൽ ടീച്ചർ വരുന്നവരെ വെയിറ്റ് ചെയ്യാം. വന്നിട്ട് അവർക്ക് കാര്യങ്ങൾ ചോദിച്ച് നടന്നില്ലെങ്കിലല്ലേ സ്ട്രൈക്കിലേക്ക് പോകേണ്ട കാര്യമുള്ളൂ. ടീച്ചറിന് സമയമില്ല എന്ന് ഇവിടെയുള്ള ഏതെങ്കിലും ഒരു അധ്യാപകർ പറയുമെന്ന് നോക്കുക. അവിടെ അല്ല പറയാം, അതിനെന്താ, നിങ്ങൾ ചോദിച്ചാൽ പറയാവുന്ന ഏത് വിഷയവും അത്രമേ ഉള്ളൂ. എല്ലാ പോയിന്റും പറയാം, ഡോണ്ട് വറി. അതിന് നിങ്ങൾക്ക് എല്ലാവർക്കും പ്രിന്റഡ് ആയിട്ട് ഞാൻ സാധനം എഴുതിക്കൊണ്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ ആരോപണങ്ങളും അതിൻ്റെ മറുപടി അതെല്ലാം വിതരണം ചെയ്യുന്നതുമാണ്. ഒരു പക്ഷേ എല്ലാത്തിനും അക്കമിട്ട് എനിക്കിപ്പോൾ പറയാൻ പറ്റണമെന്നില്ല. എല്ലാം പറയാനുള്ള സാധനങ്ങൾ എഴുതിയിട്ടുണ്ട്. എന്നാലും ഞാൻ പറയാം. ഈ ഒരു വിദ്യാർത്ഥിനിയെ കുറിച്ചാണ് പറഞ്ഞത്, സമാന്തര ഭരണം എന്നൊക്കെ പറയുന്നു. ഒരു കാര്യം ആലോചിക്കുക, ഒരു പെൺകുട്ടി അവിടെ പഠിക്കുന്ന കുട്ടിയാണ്. ഈ പറയുന്ന മൗലിക അവകാശങ്ങളും ഹ്യൂമൻ റൈറ്റ്സും
എന്താ പറയുക പീഡിപ്പിക്കാതിരിക്കാനുള്ള അവകാശങ്ങളൊക്കെ ആ പെൺകുട്ടിക്കില്ലേ? എൻ്റെ മകൻ കല്യാണം കഴിക്കാൻ ഞങ്ങൾ വീട്ടുകാരെടുത്ത തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒരു പെൺകുട്ടിയെ കല്യാണം തീരുമാനിച്ച് വെച്ചു എന്നുള്ള അടിസ്ഥാനത്തിൽ അതിനെ ഇങ്ങനെ ഒരു ഹോൾ കോളേജ് ഈ പറയുന്ന സമരക്കാരും ആണുങ്ങളും പെണ്ണുങ്ങളും കൂടി ചേർന്ന് കഴിഞ്ഞ 10 ദിവസമായി ഈ എന്താ പറയുക ചാനലുകളിലൂടെയും പിന്നെ ഫേസ്ബുക്ക് പോലെയുള്ള മാധ്യമങ്ങളിലൂടെയും തേജോവധം ചെയ്യുന്നു, ഏറ്റവും മ്ലേച്ഛമായ ഭാഷയിൽ അധിക്ഷേപിക്കുന്നു. അതിനൊന്നും ചോദിക്കാൻ ആരുമില്ല ഇവിടെ. അതൊക്കെ അവരുടെ ആരോപണങ്ങൾ മാത്രമാണ്. ഇപ്പൊ നിങ്ങൾക്കറിയാലോ, ഇത് ആരോപണങ്ങളല്ല. നിങ്ങൾ ഫേസ്ബുക്ക് തുറന്ന് നോക്കുക, എല്ലാം പോസ്റ്റുകൾ നോക്കുക, പോസ്റ്റേഴ്സ് നോക്കുക. അതെ അതെ ഏതെങ്കിലും കോളേജിന്റെ എന്തെങ്കിലും കാര്യത്തിന് പ്രത്യേക ചുമതലകൾ പറയട്ടെ, വാർഡൻ പറയട്ടെ അങ്ങനെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടോ? അങ്ങനെ ഒരു സംഭവമേ ഇല്ല, വളരെ തെറ്റാണ്. ഹോസ്റ്റലിൽ അതിൻ്റെ എല്ലാ റെക്കോർഡ്സും സൂക്ഷിച്ചിട്ടുണ്ട്. പ്രിൻസിപ്പലിൻ്റെ അറിവോടുകൂടി മാത്രമേ എല്ലാ കാര്യങ്ങളും ചെയ്യാറുള്ളൂ. സകലതിൻ്റെ റെക്കോർഡ് സൂക്ഷിച്ചിട്ടുണ്ട്, അത് പരിശോധിക്കുമ്പോൾ. അതെ, പ്രിൻസിപ്പലിൻ്റെ ഒപ്പമുള്ള കത്ത് ഇഷ്ടം പോലെ അവരുടെ റിക്വസ്റ്റുകൾ, വീട്ടിൽ പോകാനുള്ള റിക്വസ്റ്റ് ആണെങ്കിലും ഏത് കാര്യത്തിനാണെങ്കിലും അവരൊരു ലെറ്റർ എഴുതി തന്നതിൽ എൻ്റെ സിഗ്നേച്ചറാണ് അവിടെ ഉള്ളത്. അതൊക്കെ അവിടെ പരിശോധിക്കാം. ഇതൊക്കെ വളരെ തെറ്റായ ആരോപണങ്ങളാണ്. അതെങ്ങനെ വിശ്വസിക്കാൻ പറ്റും? ഒരു പെൺകുട്ടി എന്ന് ഭരിക്കുന്നു സമാന്തരമായി, പ്രിൻസിപ്പലിൻ്റെ പകരം ആ കുട്ടിയാണ് ഇതൊക്കെ നടക്കുന്നത്. ഇത്രയും ടീച്ചേഴ്സൊക്കെ നോക്കുകുത്തികളായിട്ടാണോ നിൽക്കുന്നത്? എന്താ ഞങ്ങൾക്കാർക്കും ഇവരൊക്കെ എന്താ മോശക്കാരാണോ? അല്ലല്ലോ. ഇതിപ്പോൾ ആരോപണങ്ങൾക്ക് മറുപടി പറയാനല്ലേ ഞങ്ങൾക്ക് പറ്റുള്ളൂ, അല്ലാതെ എന്താ ചെയ്യാൻ പറ്റുക? പറയാം, അതും അൺഫൗണ്ട് ആണ്. കാര്യം ഇത് നേരത്തെ 50 വർഷം മുമ്പാണ് ഈ സ്ഥലം ഗവൺമെന്റിന് പാട്ടത്തിന് വാങ്ങിക്കുന്നത്. അത് രണ്ടാമത്. അത് കഴിഞ്ഞിട്ട് ഇത് അസൈൻ ചെയ്ത് തരുന്നത് ഒരു പക്ഷേ MG കോളേജിനെക്കാട്ടിലും മുന്നേ ഏറ്റവും ആദ്യം ഗവൺമെൻറ് അസൈൻ ചെയ്തു തന്ന പ്രോപ്പർട്ടി ലോ അക്കാഡമിക്കാണ്. അതിനകത്ത് പ്രവർത്തിക്കുന്നത് കോളേജ് കെട്ടിടവും ലൈബ്രറിയും പെൺകുട്ടികളുടെ ഹോസ്റ്റലും സ്റ്റേഡിയം, അതുകൂടാതെ അവിടുത്തെ സ്റ്റാഫ് നോൺ ടീച്ചിങ് ആൻഡ് ടീച്ചിങ് സ്റ്റാഫിന് വേണ്ടിയിട്ടുള്ള ക്വാർട്ടേഴ്സുകളും മാത്രമാണ്. അതായത് പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ. ഇനി ഒരു എയ്ഡഡ് കോളേജിലുള്ള ആൾക്കാർക്ക് പോലും സ്റ്റാഫിന് താമസിക്കാൻ ക്വാർട്ടേഴ്സ് ഉണ്ടാക്കി കൊടുക്കാനുള്ള റൈറ്റ് ഉണ്ട്. വലിയ മണിമാളികകളൊന്നും അല്ല പണിതിരിക്കുന്നത്. നിങ്ങൾക്ക് വന്ന് പരിശോധിക്കാം. ഓടിട്ട് സാധാരണ ചെറിയ ക്വാർട്ടേഴ്സിലാണ് എൻ്റെ അച്ഛൻ താമസിക്കുന്നത്, അവിടെയാണ് ഞാനും ഇപ്പോൾ താമസിക്കുന്നത്. അതുകൊണ്ട് അതിൽ നിന്ന് വളരെ വ്യക്തമാണ്. അവിടെ വന്ന് നിങ്ങൾക്ക് പരിശോധിക്കാം. ഇത് പറയുമ്പോൾ വലിയ വലിയ ബംഗ്ലാവൊക്കെ ഒരു 5 സ്റ്റാർ ബംഗ്ലാവിലാണ് ഞങ്ങൾ താമസിക്കുന്നതെന്നും അതൊന്നും ശരിയല്ല, അത്തരം ആരോപണങ്ങൾ. പിന്നെ പുന്നൻ റോഡിലെ കാര്യം. പുന്നൻ റോഡ് എന്ന് പറയുന്ന സ്ഥലത്തുള്ള സ്ഥലം അത് ലോ അക്കാഡമി മേടിച്ച സ്ഥലമാണ്. അത് ഗവൺമെൻറ്റിൽ നിന്ന് തന്നതല്ല. 36 സെൻറ്റ് സ്ഥലമുണ്ട്. ആ സ്ഥലം 2 ബിൽഡിംഗ് ആയിട്ടിരുന്ന 2 കെട്ടിടങ്ങളാണ്, 2 റെസിഡൻഷ്യൽ ഹൗസസ് ലോ അക്കാഡമി പർച്ചേസ് ചെയ്തിട്ട് വർഷങ്ങളായി അവിടെ റിസർച്ച് സെൻ്ററായിട്ട് നടത്തിക്കൊണ്ടിരുന്നതാണ്. ഈ അടുത്ത കാലത്തിന് 3 വർഷം മുന്നെയാണ് അത് ഇടിച്ചിട്ട് ഒരു മൾട്ടി സ്റ്റോറീഡായിട്ടുള്ള ബിൽഡിംഗ് കെട്ടിയത്. അത് ഞങ്ങളുടെ റിസർച്ച് ആവശ്യങ്ങൾക്കും അതുകൂടാതെ കുറച്ച് ഭാഗം കമേഴ്ഷ്യൽ വെഞ്ചേഴ്സിനും ഇത് തന്നെ ജോയിൻറ്റ് വെഞ്ചറായിട്ടാണ് ഞങ്ങൾ അത് പണിതത്. കാരണം ഞങ്ങൾക്ക് ഇത്രയും പൈസയൊന്നുമില്ല അത്രയും വലിയൊരു പലേഷ്യൽ ഇതെങ്കിലും കെട്ടിയെടുക്കാൻ. അതുകൊണ്ട് തന്നെ ജോയിൻറ്റ് വെഞ്ചറാണ്. അപ്പോൾ ഞങ്ങൾക്ക് ഉള്ള പോർഷൻ ഞങ്ങളത് പഠനത്തിൻ്റെ ആവശ്യങ്ങൾക്ക് മാത്രമാണ് ഉപയോഗിക്കുന്നത്. കാരണം ഇതിൽ നിന്നും എന്തെങ്കിലും ഇൻകം കിട്ടിയാൽ അത് ലോ അക്കാഡമിയിലേക്കാണ് പോകുന്നത്. ഇത് ലോ അക്കാഡമിയുടെ പ്രോപ്പർട്ടിയാണ്. അത് ഞങ്ങൾക്ക് എയ്ഡഡ് ആയിട്ടുള്ള കോളേജല്ല. ഞങ്ങളുടെ അക്കാഡമിക് ആക്ടിവിറ്റീസിന് വേണ്ടിയിട്ട് ആ ഫണ്ട് വിനിയോഗിക്കാൻ മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. മാത്രമല്ല അതിപ്പോൾ പ്രവർത്തിച്ച് തുടങ്ങിയിട്ടില്ല, എൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടില്ല, ഇൻറ്റീരിയർ വർക്കൊക്കെ ചെയ്യാനുണ്ട്, ആർക്കും വാടകയ്ക്കും കൊടുത്തിട്ടില്ല. അത് ഒരു ശതമാനം പോലും അതിൻ്റെ ഒരു ഭാഗം പോലും വിൽക്കാൻ ലോ അക്കാഡമിക്ക് സാധിക്കില്ല. ഇറ്റ് ഈസ് പാർട്ട് ഓഫ് ദി ചാരിറ്റബിൾ സൊസൈറ്റീസ് ആക്ട്. ലോ അക്കാഡമിയുടെ വകയാണത്. ലോ അക്കാഡമി അതെ, ലോ അക്കാഡമി എന്നുള്ള സൊസൈറ്റിയുടെ ആരോ അത് 2 സ്വകാര്യ വ്യക്തികളുടെ നിന്നാണ് വാങ്ങിയത്. വിൽക്കുമ്പോൾ വാങ്ങിക്കണ്ടേ? ഒരു സാധാരണ 2 ആൾക്കാർ വിറ്റപ്പോൾ ലോ അക്കാഡമി എന്നുള്ള ഈ സൊസൈറ്റി വാങ്ങിയതാണത്. അതിനൊക്കെ റൂൾസ് അനുസരിച്ച് അങ്ങനെയൊന്നുമില്ല. വിദ്യാഭ്യാസ സ്ഥാപനം എന്നുള്ളതല്ല, വിദ്യാഭ്യാസ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രമേ അത് ഉപയോഗിക്കാവുള്ളൂ. അതിൻ്റെ ഫണ്ട്സ് എന്നാണ് ഉള്ളത്. ആ ഫണ്ട്സ് അതിന് മാത്രമേ ഉപയോഗിക്കുകയുള്ളൂ. പിന്നെ അത് വേറൊരു ആരോപണം, അവിടുത്തെ ഫ്ലാറ്റ് സമുച്ചയമെല്ലാം വിറ്റ് ലക്ഷ്മി നായർ അവിടെ കോടികൾ ഉണ്ടാക്കുന്നു. അത് തെളിയിക്കാൻ കഴിഞ്ഞാൽ ഞാൻ എന്ത് വേണമെങ്കിലും ചെയ്തു തരാം. അതിൽ ഒരു കാര്യമെങ്കിലും
അതായത് ലക്ഷ്മി നായർക്ക് അതിലൊരു കാര്യമില്ല. ലക്ഷ്മി നായർക്ക് അത്യാവശ്യം സ്വന്തമായിട്ട് ഹാർഡ് ആയിട്ട് ഉണ്ടാക്കിയതൊക്കെ ഉണ്ട്. അത് സൊസൈറ്റിയുടേതാണ്. ഞങ്ങൾക്ക് അത് നോക്കി നടത്താനുള്ള അധികാരങ്ങൾ മാത്രമേ ഉള്ളൂ സൊസൈറ്റിയുടെ. അതോടൊപ്പം തന്നെ അതിൻ്റെ സംഘാടകർക്ക് ആർക്കാണെങ്കിലും അത് കാലാകാലങ്ങളിൽ ആളുകൾ മാറി മാറി വരും. അത് സ്ഥിരമായി അങ്ങനെ ഒരാളെന്നൊന്നുമില്ല. ഒരു ക്ലാരിഫിക്കേഷൻ. യെസ് പ്ലീസ്. ചെറുവെള്ളം. കേരള ലോ അക്കാഡമി എന്ന് പറഞ്ഞ ഇതിലാണ് തുടങ്ങിയത്. അത് ട്രാവൻകൂർ സൊസൈറ്റി ആക്ട് അതെ അതെ നാരായണനാഥ് സാറാണ് അതിന്റെ സെക്രട്ടറി. യെസ്. ഇതുപോലൊരാള് അത് വാങ്ങിച്ച പ്രോപ്പർട്ടി 2009 നഗരസഭയിൽ നിന്ന് 10 നില നമ്മൾ കൊടുത്തിരിക്കുന്ന ആപ്ലിക്കേഷൻ കൊമേഴ്ഷ്യൽ പർപ്പസ് ആണ്. അതെ. അത് കഴിഞ്ഞ് ഹെദർ ഗ്രൂപ്പുമായിട്ട് ചേർന്ന് നിങ്ങൾ രണ്ടാമതും വീണ്ടും കൊടുത്ത ഫ്ലാറ്റ് എന്നുള്ള നിലയിൽ തന്നെ കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് തന്നെയാണ്. മാഡം ഇപ്പൊ പറഞ്ഞു ഒരു ഭാഗം കൊമേഴ്ഷ്യൽ പർപ്പസ് എന്ന് പറഞ്ഞു. സൊസൈറ്റിയുടെ ഒരു സ്ഥലം ഒരു കാരണവശാലും മറ്റൊരു സാധനത്തിന് കൺവേർട്ട് ചെയ്യാൻ പറ്റില്ല. ഇത് മാഡത്തിന്റെ നിയമം അറിയാലോ. ഇത് ശരിയാണോ തെറ്റാണോ? ഇത് ശരിയാണ്. പറയാം. സൊസൈറ്റി എന്ന് പറയുന്നത് എന്തിന് ഉണ്ടാക്കിയ സൊസൈറ്റിയാണ്? ഇത് എഡ്യൂക്കേഷണൽ പേർപ്പസിന് വേണ്ടി ഉണ്ടാക്കിയ സൊസൈറ്റിയാണ്. ഇത് ആ സൊസൈറ്റിയുടെ അടിയിൽ രജിസ്റ്റർ ചെയ്തിരിക്കുന്ന ഒരു എഡ്യൂക്കേഷണൽ സ്ഥാപനമാണ്. അതുമായി ബന്ധപ്പെട്ട് ഇവിടെ ഈ ഒരു ബിൽഡിങ്ങിൽ ഞങ്ങളുടെ കമേഴ്ഷ്യൽ ഏരിയാസ് എന്ന് പറയുന്ന ഭാഗങ്ങൾ അത് വാടകയ്ക്ക് കൊടുക്കുകയും ആ വാടക ഉപയോഗിച്ചിട്ട് അക്കാഡമിക് ആക്ടിവിറ്റീസ് ചെയ്യണം എന്ന് മാത്രം. അത് മാത്രമേ ചെയ്യാൻ പോകുന്നുള്ളൂ. ഇത് തുടങ്ങിയിട്ടില്ല. അതിനു മുമ്പേ ആരോപണങ്ങൾ തുടങ്ങി. അതാണ് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട കാര്യം. ഇതൊക്കെ അപ്രിഹെൻഷൻസ് ആണ്. കാര്യങ്ങളിലേക്ക് വരുമ്പോൾ അതെങ്ങനെയാണ് നടക്കുന്നതെന്ന് നോക്കുക. രണ്ടാമത്തെ കാര്യം, അപ്പാർട്ട്മെൻറ്റ്സ് അല്ലെങ്കിൽ ഫ്ലാറ്റ് അതും വിൽക്കാനല്ല, അതും വാടകയ്ക്ക് ഞങ്ങളുടെ തന്നെ ലോ അക്കാദമിക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ വാർത്താസമ്മേളനം നടത്തുകയാണ്. അതൊന്നും പറയേണ്ട കാര്യമില്ല. അത് യൂണിവേഴ്സിറ്റി മാറ്റേഴ്സ്. യൂണിവേഴ്സിറ്റിയിൽ വൈസ് ചാൻസലറുണ്ട്, അതിൻ്റെ ഭാരവാഹികളുണ്ട്. അത് അവരാണ് അതിൻ്റെ ഉത്തരം പറയേണ്ടത്, ഞങ്ങളല്ല അതിൻ്റെ ഉത്തരം പറയേണ്ടത്. പരാതികൾ ഞങ്ങളോട് ചോദിച്ചാൽ അതിൻ്റെ എക്സ്പ്ലനേഷൻ ബൈ വേ ഓഫ് നോട്ട്സ് വി ഗീവ്. അതെ, ഈവനിങ് ബാച്ചിന് അംഗീകാരമുണ്ട്. അതിന് ഞങ്ങളുടെ ഈവനിങ് ബാച്ചിലെ കുട്ടികൾക്ക് എൻറോൾ ചെയ്യാനുള്ള റൈറ്റും ഉണ്ട്. എന്താ ആരാ പറഞ്ഞ അറ്റൻഡൻസ് നിർബന്ധമല്ലെന്ന്? അതെ, അത് ആരോപണം യൂണിവേഴ്സിറ്റി പരിശോധിക്കട്ടെ. അതിപ്പോഴല്ലല്ലോ പറയേണ്ടത്. അത് പരിശോധിച്ച് അതിൻ്റെ റിപ്പോർട്ട് വരട്ടെ. ഞങ്ങൾ ഏതൊരു അന്വേഷണത്തിനും വി ആർ ഓപ്പൺ. ഞങ്ങൾക്കൊന്നും പേടിക്കാനില്ല. എല്ലാം സുതാര്യമാണ്. അവിടെ വന്നാൽ എല്ലാ റെക്കോർഡ്സും ഉണ്ട്. അതൊക്കെ ആരോപണങ്ങളല്ലേ, പല ആരോപണങ്ങളും വരുമല്ലോ. ഈ ആരോപണങ്ങളെല്ലാം ശരിയാണെന്ന് പറയണമെങ്കിൽ അന്വേഷിക്കുക, അന്വേഷിച്ച് കണ്ടെത്തുക. മുഖ്യമന്ത്രിയുടെ മാധ്യമ ഉപദേഷ്ടാവ് 2009 മുതൽ 2012 വരെ അവിടെ ഈവനിംഗ് ബാച്ച് അദ്ദേഹം റെഗുലറായിട്ട് ക്ലാസ്സിൽ വന്നിട്ടേയില്ല. അദ്ദേഹത്തിന്റെ ഇന്റേണൽ മാർക്ക് 18, 20, 18, 19 മാർക്ക്. അതിൻ്റെ റെക്കോർഡ്സ് ഒക്കെ അതൊക്കെ പരിശോധിക്കുമോ? പരിശോധിച്ച് കഴിഞ്ഞിട്ടല്ലേ അതിന് തീരുമാനം എടുക്കാൻ പറ്റുള്ളൂ. അതിപ്പോൾ ഞാൻ ഇവിടെ ഇരുന്നുകൊണ്ട് പറയണ്ടല്ലോ. അതിപ്പോൾ പറയാൻ പറ്റില്ല. അത് യൂണിവേഴ്സിറ്റി വന്ന് പരിശോധിക്കട്ടെ. അതിനല്ലേ അവിടുന്ന് കമ്മിറ്റി വരുന്നുണ്ടല്ലോ, അന്വേഷണ കമ്മിറ്റി ഈസ് കമ്മിങ് ആൻഡ് വി ആർ ഓപ്പൺ ടു ഇറ്റ്. നാളെയും മറ്റന്നാളും അതുണ്ടല്ലോ അവിടെ. അത് കഴിയട്ടെ. അങ്ങനെ അതെ, ഞാൻ ചോദിച്ചോട്ടെ. ഉണ്ട്. പ്രിൻസിപ്പലിന് ഡിസ്ക്രിപ്ഷൻ ഉണ്ട്, കൂടുതൽ കുറയ്ക്കാൻ പറ്റില്ല. പിന്നെ ആഡ് ഓൺ മാർക്ക് അക്കാഡമിക് ആക്ടിവിറ്റീസിൽ കുട്ടികൾ കൂടുതലായിട്ട് പങ്കെടുക്കുന്നവർക്ക് കൊടുക്കുന്നതാണ്. അതോടൊപ്പം ഇപ്പോൾ സ്പോർട്സിൻ്റെ കാര്യത്തിന് അവർ എവിടെയെങ്കിലും സഞ്ചരിച്ചു, അല്ലെങ്കിൽ ഒരു ഇൻ്റർ കൊളീജിയറ്റ് മീറ്റിന് പോയി 4 ദിവസം ഇല്ല, വന്ന് പറയും ഞങ്ങൾ ആ കാര്യത്തിന് പോയി. യുവജനോത്സവത്തിന് പങ്കെടുക്കാൻ പോയി, വന്ന് പറയും ഞങ്ങൾ ആ പരിപാടിക്ക് പോയി, അപ്പോൾ ഞങ്ങൾക്ക് 4 ദിവസത്തെ അറ്റൻഡൻസ് വേണം. അതുപോലെ തന്നെ ഈ രാഷ്ട്രീയ പാർട്ടികളുടെ ക്ലാസ് ക്യാമ്പയിന് പോകുന്ന ദിവസങ്ങൾ, അവർക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ. പിന്നെ മൂഡ് കോർട്ടിന് കുട്ടികൾ പല സ്ഥലങ്ങളിലും പല സ്റ്റേറ്റുകളിലും പോകുന്നുണ്ട് ഇൻ്റർ സ്റ്റേറ്റ് കോമ്പറ്റീഷൻസിന്. ഇവർക്ക് നഷ്ടപ്പെടുന്ന ദിവസങ്ങൾ, അതെല്ലാം അക്കാഡമിക് ആക്ടിവിറ്റീസ്. അതിനൊക്കെ ആഡ് ഓൺ കൊടുത്താൽ ഒരു തെറ്റുമില്ല. അപ്പോൾ അത്രത്തോളം ലിബറലാണ് ഞങ്ങളെന്നാണ് അത് സൂചിപ്പിക്കുന്നത്. അല്ലാതെ പിടിച്ചു വയ്ക്കുന്ന ആൾക്കാരല്ല മാർക്ക്. അതെ, അങ്ങനെ തന്നെയാണ്. അങ്ങനെ സമരത്തിന് വരണമല്ലോ. അതാണല്ലോ ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. അവർക്ക് പറയാനുള്ളത് അവർ നേരിട്ട് വന്ന് പറയാൻ പറ്റും. അത് പറ്റാതെ അവർ ആ മാർഗം സ്വീകരിച്ചില്ലെങ്കിൽ റൈറ്റ് ടു സ്ട്രൈക്ക് ഈസ് ഓൾവേസ് ദെയർ. അവർക്ക് വന്ന് പറയാം. ഒരാൾ ചെയ്താൽ എല്ലാവരും ചെയ്യണം. അതാണ് ഒരു രാഷ്ട്രീയ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. മോശമാണെന്ന് ഞാൻ എവിടെ പറഞ്ഞു?
അതിൻ്റെ അർത്ഥമൊന്നുമല്ല. അവർക്ക് അവരുടേതായ വ്യക്തമായ രാഷ്ട്രീയ ലക്ഷ്യങ്ങളും സ്വാതന്ത്ര്യവും എല്ലാം ഉണ്ട്. അത് അവർ പറയുന്നുണ്ടല്ലോ, അവർക്ക് വേണ്ട കാര്യങ്ങൾ എന്താണെന്ന് അവർ പറയുന്നുണ്ട്. ചർച്ചകളിലൂടെ ഞങ്ങൾ പരിഹരിക്കാനായിട്ട് 3 പ്രാവശ്യം ശ്രമിച്ചു. അതിനെന്താണ് അവരുടെ മറുപടി? പ്രിൻസിപ്പൽ രാജിവെക്കണം. ലോകത്ത് എവിടെയെങ്കിലും കേട്ടിട്ടുണ്ടോ ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളെല്ലാം കൂടെ ഇറങ്ങി നിന്നിട്ട് പ്രിൻസിപ്പൽ രാജിവെക്കണം വേറൊന്നും ഇല്ല എന്ന് പറയുന്നത്? അമിക്കബിൾ സെറ്റിൽമെൻറ്റ്സ് ഉള്ളപ്പോൾ ഈ പ്രിൻസിപ്പൾ ഒരു മൈനോറിറ്റി ഇങ്ങനെ പറയുമ്പോൾ അതിനെന്താ അർത്ഥം? അതെ, എക്സാക്ട്ലി. കേട്ടെ, ഒരു പ്രിൻസിപ്പളിനെ പ്രിൻസിപ്പൾ പുറത്തു പോകണം എന്ന് പറയുമ്പോൾ അവർക്ക് അപ്പോൾ അതിൻ്റെ പർപ്പസ് എന്താ? ഒരു പ്രിൻസിപ്പളിനെ പോട്ടെ, ഒരു പ്യൂണിനെ പോലും ഇങ്ങനെ കുട്ടികൾ മുദ്രാവാക്യം വിളിച്ച് പുറത്ത് ആക്കാൻ പറ്റുമോ? അതൊക്കെ എവിടെ നടക്കുന്ന കാര്യമാണ്. അപ്പോൾ അത്തരം കാര്യങ്ങൾക്കൊന്നും പിന്നെ മറുപടിയില്ല. പറയാം. ഇങ്ങനൊരു ആരോപണം വന്നതേ ചോദ്യം ചോദിക്കരുത്. നിഷേധിക്കുമെന്ന് അറിയാം എങ്കിലും ചോദിക്കുന്നതിന് അത് നിഷേധിക്കുന്നതിൽ കാര്യം പറയാം. കുഴപ്പമില്ല, പറയാം പ്ലീസ്. ഇല്ല, കുഴപ്പമില്ല, പറയാം. ഡോണ്ട് വറി, ഞാൻ പറയാം സാർ, ഞാൻ പറയാം. പറയാം പ്ലീസ് ഇരിക്കും. അയ്യോ, ഞാൻ പറയാം. ഞാനല്ലേ പറയേണ്ട ആള് സാറിന്? ഞാനല്ലേ പറയേണ്ട ആള്? ഞാൻ പറയാം. അദ്ദേഹം അധ്യാപകനാണ്. അദ്ദേഹം രവികുമാർ സാർ കുട്ടികളുടെ ഏറ്റവും പ്രിയപ്പെട്ട സാറാണ്. അതുകൊണ്ട് നിങ്ങൾ സാറിനെ പറഞ്ഞാൽ ഞാൻ പറയട്ടെ, നിങ്ങൾ സാറിനെ പറഞ്ഞാൽ കുട്ടികൾ നിങ്ങൾക്കെതിരാവും. അതാണ് അവസ്ഥ. അത് കുഴപ്പമില്ല. ഞാൻ പറയാം, ഉത്തരം പറയാം. പ്രിൻസിപ്പൾ കുക്കറി ഷോയ്ക്കും യാത്രകൾക്കും പോകുന്നത് അറിഞ്ഞുകൊണ്ടെങ്കിൽ ഞാൻ പറഞ്ഞു തരാം. അതായത് അവധി ദിവസങ്ങളാണ് ഞാൻ അതിനുവേണ്ടി യൂട്ടിലൈസ് ചെയ്യുന്നത്. വീക്കെൻഡ്സ് ഉപയോഗിക്കാറുണ്ട്, ശനിയും ഞായറും. പിന്നെ ഞങ്ങൾക്ക് വർഷത്തിൽ ഇഷ്ടംപോലെ അവധികൾ കിട്ടാറുണ്ട്. അക്കാഡമിക് കലണ്ടർ നോക്കിയാൽ മനസ്സിലാവും എത്ര ദിവസമാണ് കോളേജിൽ ക്ലാസ്സുകൾ എല്ലായിടത്തും നടക്കുന്നത്. ക്രിസ്മസ് അവധിയുണ്ട്, ഓണം അവധിയുണ്ട്, 2 മാസത്തെ വെക്കേഷനുണ്ട്, ധാരാളം സമയം. അപ്പോൾ ഒന്നിച്ച് കുറച്ച് കണ്ടിന്യൂസ് ആയിട്ട് ഷൂട്ട് ചെയ്ത് എടുത്തു വെക്കുന്നതാണ് എപ്പിസോഡ്സ് ആയിട്ട് പോകുന്നത്. അല്ലാതെ ദിവസവും യാത്ര ചെയ്യാനോ അല്ലെങ്കിൽ കുക്കറി ഷോ നടത്തേണ്ട ആവശ്യമില്ല. 1. രണ്ടാമത്തെ ആരോപണം, കോളേജിലെ കുട്ടികളെ കുക്കറി ഷോയ്ക്ക് കൊണ്ടുവന്നു ഹോസ്റ്റലിലെ. ഞാനൊന്ന് ചോദിച്ചോട്ടെ, ഞാൻ ചെയ്യുന്ന കുക്കറി ഷോ എല്ലാവരും കാണുന്നതാണ്. ഞാൻ ഒറ്റയ്ക്കല്ലേ ആ കുക്കറി ഷോ ചെയ്യുന്നത്? എൻ്റെ കൂടെ ആരെങ്കിലും ഉണ്ടോ? ഇറ്റ്സ് എ സിംഗിൾ പ്രോഗ്രാം. അല്ല, നിങ്ങൾ വന്നോളൂ, കുഴപ്പമില്ല. അങ്ങനെയല്ല പറഞ്ഞത്. ഇതൊരു എന്താ പറയുക, പ്രസ് മീറ്റ് ആണെന്ന് എല്ലാവർക്കും അറിയാമല്ലോ. അക്കാഡമിക്ക് സമീപം അല്ല, അക്കാഡമിയുടെ ക്യാമ്പസിൻ്റെ പ്രിമൈസസിൽ താഴെ റോഡിൻ്റെ സൈഡിൽ ഞങ്ങൾ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന ബിൽഡിംഗാണ് അക്കാഡമി വാടകയ്ക്ക് കൊടുത്തിരിക്കുന്നത്. അത് നടത്തുന്നതാണ്, വാടക കൊടുത്താണ് അത് നടത്തുന്നത്. അത് പുറത്തുള്ള ആൾക്കാർക്കും ആഹാരം കഴിക്കാം. മാഡത്തിന് എന്താ നടത്തിക്കൂടാന്നുണ്ടോ? വാടക കൊടുത്താൽ മാഡത്തിന് നടത്താമല്ലോ. അത് നിങ്ങൾ പോയി ഒന്ന് പരിശോധിക്കണം. അവിടെ ഒരു ഹോട്ടൽ നടത്തുമ്പോൾ അവിടെ സ്റ്റാഫിനെ എടുത്തല്ലേ നടത്താവും. ഇല്ല വിദ്യാർത്ഥികൾ വന്ന് ജോലി ചെയ്യുമെന്ന് പറഞ്ഞ് എന്തെങ്കിലും ഒരു ഹോട്ടൽ നടത്താൻ പറ്റുമോ? ലക്ഷ്മി നായർ വാർത്താ സമ്മേളനം നടത്തുന്നു. തത്സമയത്തിൽ മൂക്കിൽ ട്യൂബ് ഇട്ട് കിടക്കുന്ന ഒരു അമ്മയാണ് എനിക്കുള്ളത്. ഷീ ഈസ് 86 years old. ഞാൻ ഇത്രയും ദിവസം അമ്മയുടെ, അതുകൊണ്ടാണ് ഞാൻ അച്ഛൻ്റെ വീട്ടിൽ താമസിക്കുന്നത്. അങ്ങനെ ഒരു ഡിമെൻഷ്യ എന്നുള്ള രോഗത്തിന് അടിമപ്പെട്ട് കിടക്കുന്ന ഒരു മദർ അവിടെ ഉള്ളപ്പോൾ ആകെ 2 ബെഡ്റൂമിൽ, ഒരു ബെഡ്റൂമിൽ അച്ഛൻ, ഒരു ബെഡ്റൂമിൽ അമ്മ. ആ സ്ഥലത്തേക്ക് എൻ്റെ ബ്രദർ അന്ന് വന്നതാണ്. അവൻ അവിടെ ബാത്റൂമിൽ കുളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഇവർ പുറത്ത് വലിയ ശബ്ദത്തോടു കൂടി വരികയും ആ വീട്ടിൻ്റെ ഫ്രണ്ടിൽ കിടന്ന് ഇത്രയും ബഹളം വയ്ക്കുകയും ചെയ്തത്. അത് എന്ത് ന്യായമാണുള്ളത്? അവർക്ക് സംസാരിക്കാനുള്ള വേദി മാന്യമായി സംസാരിക്കുക. ഒരു കൂട്ടത്തോടെ വന്നാണോ ആക്രമിക്കേണ്ടത്? അത് റെപ്രസെൻറ്റേറ്റീവ്സിന് വരാം. ഒരു പാർട്ടിയിൽ നിന്നും 2 പേര് വെച്ച് അവരുടെ റെപ്രസെൻറ്റേറ്റീവ്സ് വന്നാണ് സംസാരിക്കേണ്ടത്. പ്രിൻസിപ്പളിനോട് അവർക്ക് സംസാരിക്കാനില്ല എന്ന് 2ാമത്തെ 3ാമത്തെ ദിവസം തൊട്ട് പറഞ്ഞു തുടങ്ങി. അത് കഴിഞ്ഞാൽ പിന്നെ മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാർ സംസാരിച്ചാൽ മതി. ഓക്കെ, ഇവരെല്ലാം മാനേജ്മെൻറ്റിൻ്റെ ഭാഗമാണ്. ഇന്നലെയും ഒരു ചർച്ച ഉണ്ടായിരുന്നു. അതിന് 2 ദിവസം മുന്നേയും മാനേജ്മെൻറ്റിൻ്റെ ആൾക്കാരുമായിട്ട് ചർച്ച. പക്ഷേ അവർക്ക് അതൊന്നും അല്ല ഇപ്പോൾ ആവശ്യം. പ്രിൻസിപ്പളിൻ്റെ രാജി. തിരിച്ചു വന്നാൽ അതവരുടെ പേടി എന്ന് പറയുന്നതിന് എനിക്കെന്ത് പറയാം. അത് ഞാൻ പറയാം. അങ്ങനൊരു പേടി വരാനൊന്നും കാരണമില്ല. കാര്യം എന്താ അറിയാം, അവർ ഇത്ര നാളും പ്രവർത്തിച്ചില്ലല്ലോ, ഈ മോശപ്പെട്ട കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഇപ്പോൾ അവർ ഈ മാധ്യമങ്ങളിലൂടെ, ഞാൻ പറയുന്നത് ഇങ്ങനത്തെ മാധ്യമങ്ങൾ മാത്രമല്ല, ഫേസ്ബുക്ക് പോലെയുള്ള വാട്സപ്പ് ഗ്രൂപ്പുകളിലൂടെയൊക്കെ അവർ പ്രചരിപ്പിക്കുന്ന വൃത്തികേടുകൾ എന്ന് വെച്ചാൽ ഞാനൊന്നും പറയുന്നില്ല. ഒരു പ്രിൻസിപ്പളിനെ കുറിച്ചോ ഒരു ലേഡിയെക്കുറിച്ചോ പോലും പറയാൻ പറ്റാത്ത രീതിയിൽ അമ്ലേച്ഛമായ കാര്യങ്ങൾ പറഞ്ഞ് വരുത്തി കഴിഞ്ഞിട്ട് അവർക്കൊരു ഗിൽറ്റി ഫീലിംഗ് ആണ്. ഇതൊക്കെ ഞാൻ വായിച്ചു കഴിഞ്ഞാൽ ഇവരെന്ത് വിചാരിക്കും, ഞങ്ങൾ എങ്ങനെ ഇവരെ ഫേസ് ചെയ്യും, ഇവരെന്ത് ചെയ്യും എന്നൊക്കെയുള്ള തോന്നലുകളാണ്. ഇതൊക്കെ തോന്നലുകൾ മാത്രം.
എന്താ ഈ വാർഡൻ വന്നിട്ട് ഏകദേശം ഒരു 6 മാസമായി. അങ്ങനെയൊക്കെ ഞാൻ ചോദിച്ചോട്ടെ, ഈ ആരോപണങ്ങളുമായിട്ട് വാർഡന്മാർ മാറി വരും. ഞങ്ങൾ അവിടെ തന്നെ ഉള്ള ആൾക്കാരാണ്. ഞങ്ങൾക്കിവിടെ ഇങ്ങനൊരു ഹോസ്റ്റൽ നടത്തണമെന്ന് യാതൊരു കമ്പൽഷനും ഇല്ല. അവിടെ വന്ന് താമസിക്കുന്ന കുട്ടികൾ അവിടെ ഭയങ്കര തിരക്കാണ്. ഇത്രയും മോശപ്പെട്ട ഒരു കോളേജാണ്. ഈ റെക്കമെൻഡേഷനോട് കൂടിയാണ് ആൾക്കാർ വരുന്നത്. 100 സീറ്റാണ് ആകെ ഉള്ളത്. ഓരോ വർഷവും ഒരു 10-20 സീറ്റാണ് വേക്കൻ്റ് ആകുന്നത്, ഫൈനൽ ഇയേഴ്സ് പാസ് ഔട്ട് ആകുന്നത്. അതിനുവേണ്ടി ഇടിയും തള്ളുമാണ്. ഇവിടെ ഫില്ലായി കഴിഞ്ഞാൽ മാത്രമേ പുറത്തു പോകുന്നുള്ളൂ. ഇത്രയും മോശമാണെങ്കിൽ അവിടേക്ക് ഇത്ര തള്ളു വരുമോ? ഇത്ര വർഷങ്ങളായി അത് നടന്നുകൊണ്ടിരിക്കുന്നു. 2, ഇനി എന്തെങ്കിലും അവർക്ക് ഇഷ്ടപ്പെടാത്ത റെസ്ട്രിക്ഷൻസ് ഉള്ള ഒരു ക്യാമ്പസ് ഹോസ്റ്റൽ ആണെങ്കിൽ ദേ ആർ ഫ്രീ ടു ഗോ ടു ലിവ് ഇൻ എനി അതർ ഹോസ്റ്റൽ. പുറത്ത് തന്നെ എന്തെല്ലാം സൗകര്യങ്ങളുണ്ട്, ഹോസ്റ്റൽസ് ഉണ്ട്, പേയിങ് ഗസ്റ്റ് അറേഞ്ച്മെന്റ്സ് ഉണ്ട്. കുറേ കുട്ടികൾ സ്വന്തമായി വീടെടുത്ത് 4-5 കുട്ടികൾ ചേർന്ന് താമസിക്കുന്നുണ്ട്. അതെല്ലാവരും അങ്ങനെയല്ലേ ചെയ്യുന്നത്? അല്ലെ, ഈ 100 കുട്ടികളല്ലല്ലോ ലോ അക്കാഡമിയിലുള്ളത്. പലർക്കും പല നിയമമൊന്നുമില്ല. ഹോസ്റ്റലിലെ റെസ്ട്രിക്ഷൻ എല്ലാവർക്കും ഒരു നിയമമേ ഉള്ളൂ. ആ നിയമം ഞാൻ നേരത്തെ പറഞ്ഞ റെസ്ട്രിക്ഷൻസ് അല്ലാതെ ഒന്നുമില്ല. അതൊരു രക്ഷിതാവിൻ്റെ സ്ഥാനത്ത് നിന്നുകൊണ്ട് എടുക്കുന്ന റെസ്ട്രിക്ഷൻസ് വേണ്ട. അതിലല്ല ഇവരെ എല്ലാ സമയവും ഞാൻ പുറത്ത് വിടണം എന്നുണ്ടെങ്കിൽ ഒരു കാര്യം കൂടി അവർ ആവശ്യപ്പെട്ടു. 6 മണിക്ക് ശേഷം ആൺകുട്ടികളോട് സംസാരിക്കാൻ സമ്മതിക്കില്ല. ഈ 6 മണിക്ക് ശേഷം ആൺകുട്ടികളോട് അവിടെ കളിക്കാനൊക്കെ വരുന്ന കുട്ടികളോട് സംസാരിക്കണം എന്നുണ്ടെങ്കിൽ എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവരുടെ പാരൻസ് വന്ന് പറയട്ടെ, ഞങ്ങളുടെ കുട്ടികളെ ഫ്രീ ആക്കി വിടൂ, നിങ്ങൾ ഒരു റെസ്ട്രിക്ഷനും വേണ്ട എന്നൊക്കെ പറയൂ. ഞാൻ സ്വന്തം കോളേജിൽ പഠിക്കുന്ന കുട്ടികളുമായിട്ട് സംസാരിക്കാൻ അതിനുശേഷം ശ്രമിച്ചിട്ടില്ല, അവരും ശ്രമിച്ചിട്ടില്ല. ആ കാര്യം പറഞ്ഞു തരാം. അവർ വളരെ വയലൻ്റ് ആയിട്ടുള്ള ഒരു സ്ട്രൈക്കാണ് അവിടെ നടത്തിക്കൊണ്ടിരിക്കുന്നത്. നിങ്ങൾക്കറിയാലോ, അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവർ ഏത് രീതിയിലാണ് പ്രതികരിക്കുന്നതെന്ന് അറിയില്ലല്ലോ. ഒരു മാന്യമായ ഒരു സ്ഥലത്ത് ഏറ്റവും ഈ 2 കുട്ടികൾ ഒരു പാർട്ടിയിൽ നിന്നും വന്നാൽ സംസാരിക്കാൻ ഞാൻ റെഡിയാണ്. അവരുടെ ഏതൊരു ന്യായമായ ആവശ്യവും ചെയ്തു കൊടുക്കാൻ ഞാൻ റെഡിയാണ്. എനിക്കിതിലൊന്നും ഒരു മടിയില്ല. എന്തോ കോളേജ് അടഞ്ഞിരിക്കുന്ന കോളേജ് പുറത്ത് സമരം പന്തെല്ലാം ആൾക്കാർ വയലൻ്റായി ചീത്ത വിളിച്ചുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾ പറയുന്നത് എന്താ? ഞാൻ അവിടെ ചെല്ലുമ്പോൾ അവരെന്നെ ഉപദ്രവിക്കണമെന്നോ ഗരാവോ ചെയ്യാൻ ഞാൻ നിന്ന് കൊടുക്കണമെന്നാണോ? ഒരിക്കലും ഇല്ല. പറയത്തക്ക ഒരു പ്രശ്നവുമില്ല. പരിഹരിക്കാൻ പറ്റുന്ന പ്രശ്നങ്ങളേ ഉള്ളൂ. അവർക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് അവർ പറയട്ടെ. കോളേജ് ഞങ്ങൾ അടച്ചതല്ല, അവർ അനിശ്ചിതകാലത്തേക്ക് പഠിപ്പ് മുടക്കുന്ന അവരാണ് പറഞ്ഞത്. ലക്ഷ്മി നായരുടെ വാർത്താ സമ്മേളനത്തിലേക്ക് തത്സമയം. അത് ഒരു കാര്യം പറയാം. നമ്മൾ പറഞ്ഞതും ഇപ്പോഴും അതെ പറയാം. അതെ പറഞ്ഞു. ഇപ്പം തന്നെ എൻ്റെ ശബ്ദം നിങ്ങൾ കേട്ടു. ഇതല്ലല്ലോ എൻ്റെ ശബ്ദം. ഞാൻ കള്ളമൊന്നുമല്ല പറഞ്ഞത്. എനിക്ക് ഇത്രയും പോലും ശബ്ദമില്ലായിരുന്നു ഈ ദിവസങ്ങളിൽ. കാര്യം ഒരുപാട് പേര് ഇങ്ങനെ വിളിച്ച് ഇൻക്വയറീസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോഴത്തെ കാലം എന്ന് വെച്ചാൽ ഫോണിൽ കൂടെ പറഞ്ഞാൽ പോലും റെക്കോർഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് പറയുന്നു അതിനെ 10 ഇരട്ടി മാറ്റിയും തിരിച്ചുമൊക്കെയാണ് കൊടുക്കുന്നത്. അങ്ങനെ നമ്മൾ ഒരു മാധ്യമ വിചാരണയ്ക്ക് വന്ന് നിൽക്കേണ്ട കാര്യം. ഇപ്പം ഞാൻ വളരെ ഓപ്പണായിട്ട് വന്നിരിക്കുക. അതുകൊണ്ട് തന്നെയാണ് നിങ്ങളെ എല്ലാവരെയും വിളിച്ച് ഞാൻ തന്നെയാണ് ക്ഷണിച്ചത്. ഞാൻ പറയാനുള്ള കാര്യങ്ങളെല്ലാം പറയാം. എനിക്കൊന്നും പേടിക്കേണ്ട ആവശ്യമില്ല. ഞങ്ങൾക്ക് ആർക്കും പേടിക്കേണ്ട ആവശ്യം. ഇത്രയും ടീച്ചേഴ്സ് എന്നോടൊപ്പം തന്നെയാണ്. ഇതുവരെ ഒരു പരാതി ശ്രദ്ധയിൽപ്പെട്ടിട്ടില്ല. 2013 ഒരു വിദ്യാർത്ഥിയുടെ പരാതിയിൽ കേരള യൂണിവേഴ്സിറ്റി സിൻഡിക്കേറ്റ് ഉപസമിതി ഹിയറിംഗിന് വിളിച്ചു. 2 പ്രാവശ്യം നിങ്ങളെ ഹാജരായില്ല. എന്തുകൊണ്ട് ഹാജരായി? അതെ, അതിനാവശ്യമുള്ള എക്സ്പ്ലനേഷൻസ് ഞാൻ യൂണിവേഴ്സിറ്റിക്ക് അയച്ചിരുന്നു. എൻ്റെ റീസൺ അത് നിങ്ങളോട് പറയേണ്ട കാര്യമല്ലല്ലോ. അതിൻ്റെ കാരണങ്ങൾ യൂണിവേഴ്സിറ്റിയെ ബോധ്യപ്പെടുത്തിയാൽ മതി. അങ്ങനെയൊന്നുമില്ല. സർവകലാശാലയെ കാട്ടി ഉയർന്നു നിൽക്കാൻ ഞാൻ ആളല്ല. അങ്ങനെയൊന്നും പ്രൊവോക്ഡ് ആവുന്ന ആളല്ല ഞാൻ. എനിക്ക് കാരണം പറയാൻ എന്താ എനിക്ക് പറയാനുള്ളത് ഞാൻ എക്സ്പ്ലനേഷൻ കൊടുത്തു കഴിഞ്ഞു. പറഞ്ഞുതരാം. മറുപടി എന്ന് പറയുന്നത് ആ കുട്ടി ആരോപിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമായിരുന്നു. അവർ പറഞ്ഞത് ഡേ ടു ഈവനിങ് ട്രാൻസ്ഫറിനെ കുറിച്ചായിരുന്നു അയാളുടെ ഒരു പരാതി. ആ കുട്ടി ഈവനിങ്ങിൽ നിന്ന് ഡേയിലേക്ക് മാറണം, അല്ലെങ്കിൽ ഡേയിൽ നിന്ന് അങ്ങനെയുള്ള ചില കാര്യങ്ങളുണ്ട്. അപ്പോൾ ഡേയിൽ ഇരുന്ന കുട്ടിയാണ്. അയാൾ എംപ്ലോയി ആണെന്ന് പോലും ആ കാര്യം മറച്ചു വെച്ചുകൊണ്ടാണ് അയാൾ ഡേ അഡ്മിഷൻ എടുത്തത്. എന്നിട്ട് അയാൾക്ക് ട്രാൻസ്ഫറിൻ്റെ പ്രശ്നം വന്നപ്പോൾ അയാൾ എന്താ വെച്ചാൽ ഈവനിങ്ങിലേക്ക് മാറാൻ പറഞ്ഞു. പക്ഷേ അന്ന് ഒരു സമയത്ത് ഡേ ടു ഈവനിങ് ട്രാൻസ്ഫർ ഉണ്ടായിരുന്നു. പക്ഷേ ആ ഒരു പീരീഡിൽ അത് യൂണിവേഴ്സിറ്റി തന്നെയാണ് റദ്ദാക്കിയത്. ഡേയിൽ അഡ്മിഷൻ എടുത്താൽ പിന്നെ ഈവനിങ്ങിലേക്ക് മാറാൻ പറ്റില്ല. അത് ഞങ്ങളുടെ കുറ്റം കൊണ്ടല്ലല്ലോ. അപ്പോൾ യൂണിവേഴ്സിറ്റിയുടെ ഞങ്ങൾ എഴുതി ചോദിച്ചു ഇങ്ങനെ ഒരു ട്രാൻസ്ഫറിൻ്റെ കാര്യം. അപ്പോൾ യൂണിവേഴ്സിറ്റി തന്നെ പറഞ്ഞു അത് അലൗഡ് അല്ല, ആ കുട്ടി ഡേയിൽ തന്നെ ഞങ്ങൾക്ക് പരീക്ഷയ്ക്ക് പ്രസൻറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അങ്ങനെ ഒരു സാഹചര്യം ഇരിക്കെ എങ്ങനെയാണ് ഞാൻ ഈവനിങ്ങിലേക്ക് അയാളെ മാറ്റി കൊടുക്കുന്നത്? അത് മനഃപൂർവ്വമൊന്നും അല്ലല്ലോ. അത് രേഖകൾ പരിശോധിച്ചാൽ മനസ്സിലാക്കും. ആ ഉത്തരങ്ങളൊക്കെ തന്നെയാണ് ഞാൻ രേഖാമൂലം
യൂണിവേഴ്സിറ്റിയിലേക്ക് അയച്ചത്. പിന്നെ ഈ പറഞ്ഞതുപോലെ ഇങ്ങനെ ആരോപണങ്ങൾ അത് പറയുന്നതിന് ഇപ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? വിദ്യാർത്ഥിനികളോട് പറയാൻ പാടില്ലാത്ത ഭാഷയിൽ മേഡം സംസാരിക്കുന്ന വിദ്യാർത്ഥിനി പറഞ്ഞു. മറ്റൊരാളെ ഫ്രണ്ട്സ് അവരുടെ ബർത്ത്ഡേക്ക് വീട്ടിൽ രക്ഷിതാക്കളുടെ സ്ഥാനത്ത് വീട്ടിൽ പോയി അവരെ ബർത്ത്ഡേ ആഘോഷിച്ചു. ആ ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ ഇട്ടതിന് മേഡം അവരെ ശാസിച്ചു. പിന്നെ അമ്മയെ വിളിച്ചു വരാൻ പറഞ്ഞു. അമ്മയോട് മേഡം വളരെ മോശമായി സംസാരിച്ചു. പല വിദ്യാർത്ഥികളും പറഞ്ഞു. അവരെന്ത് പറയാണ് ഞങ്ങൾ ഡ്രസ്സിന്റെ കാര്യം, അവർ ഡ്രസ് കോഡ് പല രീതിയിലാണെന്ന് പറയും. ഇതിന്റെ പറഞ്ഞൊരു കാര്യം ഞങ്ങളുടെ മുഖം പുറമെ കാണിക്കുക, ഞങ്ങൾക്ക് പറയാനുള്ള ലോകത്തോട് പറഞ്ഞു. പക്ഷേ മുഖം കാണിക്കുക അത്രത്തോളം പെൺകുട്ടികളാണ് ഭയപ്പെട്ടു. അങ്ങനെ കണ്ടാൽ ഞാൻ ചോദിക്കാറുണ്ടായോ ചുരിദാർ അല്ലല്ലോ എന്ന് ചോദിക്കുന്ന ഒരാൾ തന്നെയാണ് ഞാൻ. അല്ലാതെ ലെഗിങ്സ് ഞാൻ ചിലർക്ക് ഇടാൻ സമ്മതിക്കുന്നു, വേറെ ചിലർക്ക് അങ്ങനെ ഇല്ല. ദിസ് ഇസ് എ ജനറൽ റൂൾ. പിന്നെ യൂണിഫോം വെച്ചത് തന്നെ കുട്ടികൾ തമ്മിലൊരു സമത്വം ഉണ്ടാകാനാണ്. അതായത് പണക്കാരും പാവങ്ങളും എന്നുള്ള വ്യത്യാസം വരാതെ എല്ലാ ദിവസവും എല്ലാവർക്കും കളർ ഡ്രസ് ഇട്ടുകൊണ്ട് വരാനുള്ള സാമ്പത്തികം ഉണ്ടാവില്ല. വ്യത്യസ്തമായി ഉണ്ടാവുന്നവരുണ്ടാവാം, ഇല്ലാത്തവരുണ്ടാവും. ആ ഒരു വ്യത്യാസം പോലും ഫീൽ ചെയ്യേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് യൂണിഫോം പോലും കൊണ്ടുവന്നിരിക്കുന്നത്. ഇതിൽ കൂടുതൽ എന്താ ചെയ്യേണ്ടത്? വർഷത്തിൽ 21 അവർ പറയുന്ന ആരോപണം. അതിന് മറുപടി പറയാം. റെക്കോർഡ്സ് പരിശോധിക്കാം. ഈ വർഷം അതായത് ജൂൺ 2016 മുതൽ ഈ സമയം വരെ ആകെ 3 കുട്ടികളാണ് ഇയർ ഔട്ട് ആയത്. അതും അവർക്ക് സഫീഷ്യൻറ്റ് അറ്റൻഡൻസ് ഇല്ലാത്തതുകൊണ്ട്. ഈ സഫീഷ്യൻറ്റ് അറ്റൻഡൻസ് എന്ന് പറയുമ്പോൾ അത് ലാസ്റ്റ് റിസോർട്ടാണ്. അതിന് തൊട്ട് മുന്നേ വരെ കണ്ടോണേഷൻ എന്നുള്ള പ്രൊവിഷൻ യൂണിവേഴ്സിറ്റി കൊടുത്തിട്ടുണ്ട്. അതും എക്സോസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ മാത്രമേ ഇയർ ഔട്ട് ആകുന്നുള്ളൂ. അപ്പോൾ ഇത് അതിൻ്റെ ഉത്തരവായില്ലേ? അതെങ്ങനെ പറയാൻ പറ്റും? അതൊക്കെ പരിശോധിച്ച് നോക്കൂ. അതൊക്കെ സുതാര്യമായ കാര്യങ്ങൾ. എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റും. ഞാൻ ചോദിച്ചോട്ടെ, ഇത്ര പ്രക്ഷുബ്ധമായ ഒരു ക്യാമ്പസാണ്, അതായത് ഇത്രയും അഭിപ്രായ സ്വാതന്ത്ര്യം രാഷ്ട്രീയവൽക്കരിച്ചിട്ടുള്ള ഒരു കോളേജിൽ അങ്ങനെ എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ അവർ വെറുതെ ഇരിക്കുമോ? നിങ്ങളിപ്പോൾ കാണുന്നുണ്ടല്ലോ. പരിഹരിക്കാനായിട്ട് മാനേജ്മെൻറ്റ് 3 പ്രാവശ്യം അവരുമായിട്ട് സംസാരിച്ച് കഴിഞ്ഞു. ഇനി എന്താണെന്ന് വെച്ചാൽ ഇനിയും ഞങ്ങൾ വി ആർ ഓപ്പൺ ടു ഡിസ്കഷൻസ്. അവർ പറയുന്ന പ്രിൻസിപ്പൽ രാജിവെക്കലൊന്നും ഒരിക്കലും നടക്കില്ല. അതൊക്കെ നിങ്ങൾക്കും അറിയാം, എല്ലാവർക്കും അറിയാം. അത് മുട്ടാൻ പോക്കാണ്. അതല്ലാത്ത രീതിയിലുള്ള എന്ത് കാര്യങ്ങൾക്കും വി ആർ ഓപ്പൺ. അതെ, അവരുടെ ആശങ്കകൾ അവർ വിഷമിക്കേണ്ട കാര്യമില്ല. അതെ, അതാ അത്തരത്തിലുള്ള ആശങ്ക വന്നാൽ കുട്ടികൾ ആളുകൾ പറഞ്ഞ് പേടി. ഞാൻ പറയട്ടെ, ഈ സമരത്തിനിരിക്കുന്ന കുട്ടികൾ എത്രയോ വീടുകളിൽ വിളിച്ച് പാരൻസിനോട് പറയുന്നുണ്ട്, പിള്ളേരെ വിടണം, നിങ്ങൾ വിടണം, ഇങ്ങോട്ട് പറഞ്ഞ് വിടുക, ഇല്ലെങ്കിൽ നിങ്ങളെ കരിങ്കാലികളായിട്ട് പ്രഖ്യാപിക്കും. ലക്ഷ്മി നായർ അങ്ങ് പോകും, ഞങ്ങളൊക്കെ ഇവിടെ കാണുകയുള്ളൂ, അവർ രാജിവെക്കും, ഉറപ്പായിട്ട് ഞങ്ങളെ കാണുകയുള്ളൂ, പിന്നെ ഞങ്ങളുടെ സംരക്ഷണവും നിങ്ങൾക്ക് കിട്ടാൻ പോണില്ല, നിങ്ങളെ കരിങ്കാലികളായി മാറ്റി നിർത്തുന്നു. ഭീഷണിയുടെ സ്വരത്തിൽ വിളിച്ച് പറയുന്നുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾക്ക് എന്താ പറയാനുള്ളത്? അപ്പം ഞാൻ ആരെയും ഭീഷണിപ്പെടുത്തിയിട്ടില്ല. ഞാൻ അല്ല പറയാം, ഞാൻ ഭീഷണിപ്പെടുത്തിയിട്ടില്ല, ആരെയും ഭീഷണിപ്പെടുത്തി. പിന്നെ അവർ പേടിക്കുന്ന പോലെ ഞാൻ സീരിയസ് ആയിട്ട് പറയാണ്. ആസ് എ പ്രിൻസിപ്പൽ, ആസ് എ ലേഡി, എൻ്റെ മക്കളുടെ പ്രായമുള്ള കുട്ടികളാണ് അവർ. എന്നെ എന്തോ പറഞ്ഞോട്ടെ, ഇത് പറഞ്ഞതൊന്നും ഞാൻ കാര്യമാക്കുന്നില്ല. നിങ്ങൾക്കറിയാം, ഞാനിപ്പോൾ ഈ 11ാമത്തെ ദിവസം ഇവിടെ വന്നിരിക്കാൻ ഇത്രയും വിക്ടിമൈസേഷൻ എൻ്റെ ഭാഗത്ത് കഴിഞ്ഞു. എന്നെ പോലെ ഒരാളായതുകൊണ്ട് ഇതെല്ലാം റെസിസ്റ്റ് ചെയ്ത് എനിക്കൊന്നും എന്നെ ബാധിച്ചിട്ടില്ല. അത് സത്യമാണ്. അവർ പറഞ്ഞ് എനിക്ക് റൈനോസറസിൻ്റെ തൊലിക്കട്ടിയാണെന്ന് പറഞ്ഞ് പോസ്റ്റർ അടിച്ചു. എൻ്റെ പടം കൊണ്ടുവച്ച് ചെരുപ്പുമാലയിട്ട് പൂജിക്കുന്നു. ആയിക്കോട്ടെ, എന്തോ ആയിക്കോട്ടെ. പക്ഷേ എൻ്റെ കുഞ്ഞുങ്ങളുടെ പ്രായമുള്ളവരാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ പറയാണ്, എനിക്ക് യാതൊരു വൈരാഗ്യമോ വിരോധമോ ഒന്നുമില്ല. അവരുടെ അറിവില്ലായ്മ കൊണ്ട് അവർ ചെയ്യാവുന്നതിൻ്റെ അപ്പുറം ചെയ്തു എന്ന് മാത്രം. അത് സാരമില്ല, ഞാൻ എല്ലാം ക്ഷമിക്കാൻ തയ്യാറാണ്. എനിക്ക് ഒരു പരാതിയുമില്ല, ഞാൻ ഒന്നും അവരെ ചെയ്യാനും പോണില്ല. അവർ പേടിക്കാതെ ധൈര്യപൂർവ്വം അവർക്ക് കടന്നു വരാം, എന്നോട് നെഗോഷിയേറ്റ് ചെയ്യാം. അവർക്ക് ആവശ്യമുള്ള ന്യായമായ ഏത് കാര്യവും ഞാൻ സാധിച്ചു. ഇത്രയും ഓപ്പണായിട്ട് ഞാനൊരു പ്രസ് കോൺഫറൻസ് വിളിച്ചാണ് പറയുന്നത്. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത്? അത് വയലൻസ് നിങ്ങൾ കണ്ടോന്ന് എനിക്കറിയില്ല. അതായത് കോളേജ് ക്യാമ്പസിനകത്ത് ഒരു പ്രകടനമായി വന്ന് ക്യാമറ മുതൽ എൻ്റെ ഓഫീസ് റൂം, ഞങ്ങളുടെ കോളേജ് ഓഫീസിൻ്റെ ജനാൽ വാതിലുകൾ, പിന്നെ ഈ പറയുന്ന ആളുകൾ ലേഡീസ് ഹോസ്റ്റലിൻ്റെ ഗേറ്റ് അടിച്ച് പൊട്ടിച്ചു, ഗ്രില്ലടിച്ച് പൊട്ടിച്ചു, അതിനകത്ത് വെളിയിൽ വെച്ചിരുന്ന ക്യാമറ, അകത്ത് വെച്ചിരുന്ന ഒരു ക്യാമറയൊക്കെ എടുത്തുകൊണ്ട് പോയി. ഇതെല്ലാം ചെയ്ത് കഴിഞ്ഞിട്ട് ഇത് പ്രിമൈസസ് സൂക്ഷിക്കുക എന്നുള്ളൊരു മിനിമം കാര്യം ഞങ്ങൾ ചെയ്യണ്ടേ? അതെല്ലാം നശിപ്പിക്കാമോ?
അതാണ് എനിക്ക് ഏറ്റവും രസം. നിങ്ങൾ ഇത്രയും മാധ്യമ പ്രവർത്തകർ ഇവിടെ ഉണ്ടല്ലോ, നിങ്ങൾക്ക് ഇപ്പം തന്നെ പോകാം. ഞാൻ ഇവിടെയാണ് ഇരിക്കുന്നത്. അവിടെ ഞങ്ങൾ ഇതുവരെ കയറിയിട്ടില്ല, അവരുടെ കൺട്രോളിലാണ്. ഈ ക്യാമ്പസ് ഹോസ്റ്റലിൽ അവർ കൈ കയറിയിട്ട് ഇപ്പോൾ ഏതാണ്ട് 8 ദിവസമായി. അവരാണ് അതിനകത്ത് ഈ പെൺകുട്ടികളെല്ലാം ഈ എന്താ പറയുക, ഈ ബോയ്സ് എല്ലാം കൂടി ചെന്നിട്ട് ഈ പല പാർട്ടിയിലുള്ള കുട്ടികളും കൂടി ചെന്ന് ഇതെല്ലാം ഒരു തരം ട്രെസ്പാസ് പോലെ ഇടിച്ച് പൊട്ടിച്ച് അകത്ത് കയറി അവിടെ ഈ പെൺകുട്ടികളെ വിളിച്ചു വരുത്തി താമസിപ്പിച്ചിരിക്കുകയാണ്. അവരാണ് സമരത്തിന് അവരുടെ കൂടെ ചെന്നിരിക്കുന്ന ഗേൾസ്. ഈ എല്ലാ കുട്ടികളും 100 കുട്ടികളൊന്നും ഇല്ല, അവിടെ ഒരു 10-60ഓളം വീട്ടിലൊക്കെ അവിടെ വന്ന് താമസിക്കുന്നുണ്ട്. ഇവരെ വിളിച്ചു വരുത്തി താമസിപ്പിച്ചിരിക്കുകയാണ്, ചില അഷുറൻസസ് ഒക്കെ കൊടുത്തിട്ട്. എന്നിട്ട് ഞങ്ങൾ എന്തെങ്കിലും ചെയ്തോ? ഇല്ലല്ലോ, ഒന്നുമേ ചെയ്തിട്ടില്ല. ഞങ്ങളുടെ ഭാഗത്തുനിന്ന് ഒട്ടും പ്രൊവോക്കേറ്റീവായിട്ടുള്ള ഒരു കാര്യം ഞങ്ങൾ ചെയ്തിട്ടില്ല. അവരവിടെ സ്വന്തമായിട്ട് കുക്ക് ചെയ്ത് താമസിക്കുകയാണ്. ആയിക്കോട്ടെ, പക്ഷേ ഞാൻ പറയട്ടെ, നിങ്ങൾക്ക് ഇപ്പോൾ പോയി പരിശോധിക്കാം. എനിബഡി ക്യാൻ ഗോ ആൻഡ് ഇൻസ്പെക്ട്. അവിടെ ക്യാമറ ഇരിക്കുന്നത് എവിടെയൊക്കെയാണ്. അവിടുത്തെ അടുക്കളയിൽ, സ്റ്റോർ മുറിയിൽ, പിന്നെ ഡൈനിങ് റൂം ആൻഡ് ദ ഫ്രണ്ട് റിസപ്ഷൻ ഏരിയ, പിന്നെ ഗേറ്റിൻ്റെ എൻട്രൻസിൻ്റെ അവിടെ, അതായത് എൻട്രൻസ് ഓഫ് ദി ക്യാമ്പസ്, കോളേജ് ഹോസ്റ്റൽ. ഇത് കോളേജ് ഹോസ്റ്റലിൻ്റെ ഗ്രില്ലെന്ന് പറയുന്നത് എപ്പോഴും ഓപ്പണായി കിടക്കുന്നതാണ്. ആർക്ക് വേണമെങ്കിലും കടന്നു വരാൻ പറ്റുന്ന ഒരു സ്ഥലമാണ്, എപ്പോഴും അടച്ചിട്ടില്ല. അവിടെ ഒരു ക്യാമറ വെക്കുന്നത് നല്ലത് തന്നെയാണ്, കുഴപ്പമില്ല. ആരും വന്ന് കയറില്ല, അവിടെ സെക്യൂരിറ്റി ഉണ്ട്. ഞാൻ പറയുമെങ്കിൽ ആരെങ്കിലും രഹസ്യമായിട്ടോ കള്ളന്മാർ വരുന്നത് ആരോടത്തും പറഞ്ഞിട്ടല്ലല്ലോ. അപ്പോൾ മോഷണ ശ്രമങ്ങളാവാം. പിന്നെ അടുക്കളയിൽ മോഷണ ശ്രമം ഉണ്ടായിരുന്നു. ഇതിന് മുന്നേ നിന്നൊരു മെയ്ഡ് അവിടുന്ന് കുറേ സാധനങ്ങൾ കട്ടുകൊണ്ട് പോയി എന്നൊക്കെ പറഞ്ഞിട്ട് കുട്ടികൾ തന്ന പരാതിയുടെ അടിസ്ഥാനത്തിൽ പേരൂർക്കട പോലീസ് സ്റ്റേഷനിൽ പരാതിയും കൊടുത്തു. ആ സ്ത്രീയെ അവിടെ നിന്ന് പറഞ്ഞു വിട്ടു. ആ സാധനങ്ങളൊക്കെ എടുത്തതിൻ്റെ പിള്ളേർ തന്നെ വാട്സപ്പിലൊക്കെ പടം എടുത്തുകൊണ്ട് വന്ന് കാണിച്ചതിൻ്റെ അടിസ്ഥാനത്തിൽ അവർ തന്നെ പറഞ്ഞു, ഒരു ക്യാമറ ഉണ്ടായിരുന്നെങ്കിൽ ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകില്ലായിരുന്നു. പുതിയ മെയ്ഡ് വരുന്നതിന് മുമ്പാണ് ഈ ക്യാമറ വെച്ചത്. അത് അടുക്കള ഭാഗത്താണ്, അല്ലാതെ ബാത്റൂമിലോ വാഷ്റൂമിൻ്റെ ഏരിയയിലൊന്നും അല്ല. നിങ്ങൾക്ക് പരിശോധിക്കാം. ഐ ചാലഞ്ച്. ഇനിയും ചർച്ചയ്ക്ക് ഞങ്ങൾ ഓപ്പണാണ്. എനി ഡിസ്കഷൻ. ഞാൻ പറഞ്ഞല്ലോ, ഈവൻ ഞാൻ പോലും തയ്യാറാണ്, എനിക്ക് കുഴപ്പമില്ല. മാന്യമായ രീതിയിൽ എന്തോ തീർച്ചയായിട്ടും, പക്ഷെ മാന്യമായി പെരുമാറണം. ഞാനൊരു സ്ത്രീയാണ്. ഞാൻ ചെന്നിരിക്കുമ്പോൾ ഇപ്പോൾ കണ്ടല്ലോ നിങ്ങളൊരു ബഹളമൊക്കെ. അങ്ങനെ മുദ്രാവാക്യം വിളിച്ച് മോശപ്പെടുത്തി കരിങ്കൊടി കാണിച്ച് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ചെയ്ത് അങ്ങനെ ഒരു ഇതിനെ ടാർഗറ്റ് ചെയ്യാനായിട്ട് എന്നെ കൊണ്ടിരുത്തരുത്. അത് നിങ്ങളോട് എനിക്കുള്ള അഭ്യർത്ഥനയാണ്. നിങ്ങൾക്കത് ഒരു ഭയങ്കര ഭംഗിയുള്ളൊരു കാഴ്ചയായിരിക്കാം, ഒരു സ്കൂപ്പായിരിക്കാം, ന്യൂസ് കാണിക്കാൻ രസമുണ്ടാകും. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അത് വളരെ അപമാനകരമാണ്. കുട്ടികളായിട്ട് വന്ന് എൻ്റെ ഫ്രണ്ടിൽ വന്ന് ചർച്ച ചെയ്യാൻ തയ്യാറായാൽ ഐ ആം റെഡി. പ്രതിഷേധിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. Okay. Yes. Yes. Are you open for an independent probe by an independent agency? Independent. With regards to everything, your property, the way your attendance, your mood court, how people have been taken, because so people from various walks of life, politicians, judges, everybody are studying there. Are you open for an independent probe? Independent probe ആണല്ലോ യൂണിവേഴ്സിറ്റിയിൽ എനിക്ക്. I'm not talking about a university probe. Then what? ആദ്യം യൂണിവേഴ്സിറ്റി. Children are also studying. അയ്യോ, അങ്ങനെയൊക്കെ പറഞ്ഞ കാര്യമില്ല. I am saying, my only question is, See, are you open for an independent probe? ഇതിനൊരു പ്രൊസീജിയർ ഉണ്ട്. ഞാൻ ഓപ്പൺ ആവുന്നതിൻ്റെ കാര്യമല്ല. എന്ത് വേണമെങ്കിലും ചെയ്യാനുള്ള ഓപ്പൺനെസ് ഉണ്ട്. ആദ്യം യൂണിവേഴ്സിറ്റി ഒന്ന് പരിശോധിക്കട്ടെ. സ്വതന്ത്ര അന്വേഷണവും നേരിടാൻ തയ്യാറാണ്, എനിക്ക് കുഴപ്പമൊന്നുമില്ല. ലോ അക്കാദമിക്കെതിരെ വിദ്യാർത്ഥി പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ ലക്ഷ്മി നായർ വാർത്താസമ്മേളനം നടത്തുകയായിരുന്നു. സുതാര്യമായ നടപടികളാണ് അക്കാദമിയിൽ നടക്കുന്നതെന്നാണ് ലക്ഷ്മി നായർ പറഞ്ഞിരിക്കുന്നത്. തനിക്കെതിരെയും അക്കാദമിക്കെതിരെയും ഉയരുന്ന ആരോപണങ്ങൾ ചിലരുടെ വ്യക്തി താൽപര്യമാണെന്നും വിദ്യാർത്ഥികളെ അതിനായി ചട്ടുകമാക്കുന്നുവെന്നുമാണ് ലക്ഷ്മി നായർ വാർത്താസമ്മേളനം നടത്തി പറഞ്ഞിരിക്കുന്നത്.